മുഹറം മാസത്തിൻ്റെ തുടക്കമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു സംസാരിച്ചിരുന്നത്, അഥവാ ഹിജ്റ. ഇന്നും മുഹറവുമായി തന്നെ ബന്ധപ്പെട്ട വേറെ ഒന്ന് രണ്ട് വിഷയങ്ങൾ പറയാനാണ് ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. ഒന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെ മുഹറം 10 എന്ന് പറയുന്ന ദിവസത്തുള്ള പ്രത്യേകിച്ചുള്ള ഒരു നോമ്പ്, സൗമു യൗമി ആശൂറ, മുഹറം 10ൻ്റെ നോമ്പ്, അത് സുന്നത്ത് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധ റമളാൻ നോമ്പ് നിർബന്ധമാകുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരു നിർബന്ധിത കർമ്മം എന്ന രീതിയിൽ അനുഷ്ഠിച്ചു വന്നിരുന്നതായിരുന്നു. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ കാലത്തുള്ള അവിശ്വാസികൾ വരെ, അഥവാ മക്കയിലെ മുശ്രിക്കീങ്ങൾ വരെ ആശൂറ നോമ്പ് എടുത്തിരുന്നു എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. കാരണം അത് പൂർവ്വകാലം മുതൽ തന്നെ കൈമാറി വരുന്ന ഒരു അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ഒരു ആരാധനയാണ്. അതിൻ്റെ പഴയകാലത്തുള്ള ശേഷിപ്പുകളിൽപ്പെട്ട നിലനിന്നു പോരുന്ന ഒരു നല്ല കർമ്മം. പിന്നീട് വിശ്വാസങ്ങൾ മദീനയിലേക്ക് പോയപ്പോൾ അവിടെയുള്ള ജൂതന്മാരും, മദീനയിലാണ് ജൂതന്മാരുള്ളത്, അവിടെയുള്ള ജൂതന്മാരും ഈ നോമ്പ് അനുഷ്ഠിക്കുന്നതായിട്ട് പ്രവാചകൻ കണ്ടു. പ്രവാചകൻ ചോദിച്ചു, എന്താണിത്, നിങ്ങൾ ഈ ആശൂറാൻ്റെ എന്നൊരു നോമ്പ്? അപ്പോൾ അവർ പറഞ്ഞു, ഇത് യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീൽ, ഇത് ബനു ഇസ്രായീലിനെ അഥവാ മൂസാ നബി അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും അന്നത്തെ സ്വേച്ഛാധിപതിയായിരുന്ന ഫറോവയുടെ അക്രമത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ്. യൗമുൻ സ്വാലിഹുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീൽ ഫസാമഹു മൂസ തഅളീമ. അതുകൊണ്ട് ഇതിനെ ബഹുമാന പുരസ്കരം, ഇതിന് അള്ളാഹുവിന് ഒരു നന്ദി എന്ന നിലയ്ക്ക് മൂസാ നബി അലൈഹിസ്സലാം നോമ്പെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നോമ്പെടുക്കുകയാണ്, അന്ന് അലക്കാണ് ഞങ്ങൾ നോൽക്കുന്നതെന്നുള്ളത്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, മൂസാ നബിയും നിങ്ങളും തമ്മിൽ എന്ത് ബന്ധം? നിങ്ങൾ വെറുതെ തൊള്ളപ്പുട്ടടിക്കല്ലേ, മൂസ 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 എന്ന് പറഞ്ഞാൽ മൂസയുടെ ആളാകോ? നഹനു അഹഖു ബി മൂസ മിൻകും. വേറൊരു റിപ്പോർട്ടിൽ കാണാം, നഹ്നു ഔല ബി മൂസ മിൻകും, മൂസായുമായിട്ട് നിങ്ങളെക്കാളും ബന്ധമുള്ളത് എനിക്കാണ്, ഞങ്ങൾക്കാണ്. നിങ്ങൾക്ക് മൂസാ നബിയായിട്ടൊരു ബന്ധമില്ല, നിങ്ങൾ വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പൗരോഹിത്യത്തിൻ്റെ ആളുകളാണ്. അതുകൊണ്ട് അത് നോൽക്കേണ്ടത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ് ഫസാമഹു അമറ ബിസിയാമിഹി. പ്രവാചകൻ മദീന കാലഘട്ടത്തിലും ആശൂറ നോമ്പെടുത്തു. നോമ്പെടുക്കാൻ വേണ്ടി സമുദായത്തോട് കൽപ്പിച്ചു മദീനയിൽ വന്ന തുടക്കത്തിൽ. പിന്നെ മദീനയിൽ വന്ന് 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് റമളാൻ നോമ്പ് നിർബന്ധമാകുന്നത്. കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. അപ്പോൾ റമളാൻ ആയല്ലോ, ഇപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സെപ്പറേറ്റ് നോമ്പ് ആയി. ഇനിയിപ്പോൾ എന്തിനാ നമ്മൾ മൂസാ നബീൻ്റെ കാലത്തുള്ള നോമ്പ് നമ്മൾ നോൽക്കുന്നത്? മാത്രമല്ല, ജൂതന്മാർ നോൽക്കുന്നുണ്ട്. അപ്പോൾ ജൂതന്മാർ ചെയ്യുന്ന ഒരു പണി നമ്മളെന്തിനാ ചെയ്യുന്നത്? സ്വാഭാവികമായ സംശയമാണ്. ഇസ്ലാമിൻ്റെ ആദർശം തടിക്ക് പിടിച്ചാൽ ചോദിക്കും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വേറിട്ട് നിൽക്കലാണ്, ഐഡൻറ്റിഫൈ ചെയ്യപ്പെടണം. എല്ലാവരുടെയും കൂട്ടത്തിൽ എല്ലാവരെ പോലെ ഓൽക്കുള്ളതൊക്കെ അമ്മക്കുണ്ട്. ഈ രീതി ഒരു യഥാർത്ഥ വിശ്വാസി പൊരുത്തപ്പെടില്ല. അപ്പോൾ സഹാബികൾ ചോദിച്ചു, അവരുടെ മനസ്സിൻ്റെ ഉള്ളിലിരിപ്പ് പുറത്തേക്ക് ചാടി, നബി ഹാദ യൗമുൻ യുഅള്ളിമുഹുൽ യഹൂദ്, ഇത് ജൂതന്മാർ ബഹുമാനിക്കുന്ന ദിവസമല്ലേ നബി, നമുക്ക് റമളാൻ ഇല്ലേ? അത് ആദർശവാദിയുടെ ചോദ്യമാണ്. ഇസ്ലാമിൻ്റെ സിദ്ധാന്തങ്ങളെക്കുറിച്ച് ശരിയായി ബോധ്യമുള്ള ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറയുകയും അത് ബോധിക്കുകയും ചെയ്തവൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ശരിയാണ്, അവരുടെ ബോധ്യത്തെ പ്രവാചകൻ അംഗീകരിക്കുന്നു. ശരി, ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്. ജൂതന്മാർ ചെയ്യുന്ന അതേ പണി നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ പന്തികേടുണ്ട്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എന്നാലും നല്ല കാര്യമാണല്ലോ, നല്ല കാര്യം ജൂതന്മാർ ചെയ്യുന്നുണ്ടെന്ന് കരുതിയിട്ട് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ചില ആൾക്കാർ
നമ്മളെ പ്രസ്ഥാനത്തിൽപ്പെട്ടവനല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം ചെയ്താലും അത് നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം വേറിട്ട് നിൽക്കണം എന്നല്ലേ. അല്ല, അങ്ങനെ കണ്ണും കെട്ടിയിട്ടുള്ള ഒരു വിയോജിപ്പ് ഇസ്ലാമിലില്ല. വിയോജിപ്പ് വേണം, വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടടുത്ത് രേഖപ്പെടുത്തണം. പക്ഷെ നല്ല കാര്യങ്ങൾ കൈയൊഴിയാൻ പാടില്ല. ഇപ്പോൾ ചില നല്ല ശീലങ്ങൾ ഞാൻ ഓരോന്നേരം പെറുക്കി പറയുമ്പോൾ ചില ആൾക്കാർക്ക് അസ്വസ്ഥത ഉണ്ടാവും. ചില നല്ല വഴക്കങ്ങൾ പരമ്പരാഗതമായി മുസ്ലിം സമുദായത്തിലെ സ്വാലിഹീങ്ങളും പണ്ഡിതന്മാരും ഒക്കെ ശീലിച്ചു വരുന്ന സുന്നത്തിന് വിരുദ്ധമല്ലാത്ത, ബിദ്അത്ത് അല്ലാത്ത നല്ല ശീലങ്ങളുണ്ട്. സുന്നത്തായ ശീലങ്ങളുണ്ട്, വാജിബായ നിർബന്ധമായ ശീലങ്ങളുണ്ട്. എന്നാൽ ഈ ശീലങ്ങളൊന്നും നമ്മുടെ ആളുകൾ ചെയ്യുന്നില്ല, വേറെ കുറേ ആൾക്കാരെ ചെയ്യുന്നത്. എന്നാൽ പിന്നെ നമ്മളെ ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു പ്രവണതയുണ്ട്. നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്ക് തന്നെ ഉണ്ട്. അതുപോലെ കുറേ ആൾക്കാരല്ലേ, ഓല് പുത്തൻവാദികളല്ലേ, ഓല് ചെയ്യുമ്പോൾ നമ്മളങ്ങനെ ചെയ്യാം. അങ്ങനെയല്ല. അത് നല്ല കാര്യമാണോ അല്ലേ എന്നത് ആദ്യം തീർച്ചപ്പെടുത്തണം. നല്ല കാര്യമാണോ ആണ്, എന്നാൽ നമ്മളത് ചെയ്യണം. അത് ഞമ്മക്കുള്ളതാണ്. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ എന്താ? അഹ്ലുസുന്നത്തി ഔലാ ബിസുന്നത്തി. സുന്നത്ത് ചെയ്യേണ്ടത് നമ്മളാണ്. നമ്മൾ ചെയ്യാത്തതുകൊണ്ട് വേറെയുള്ളവർക്ക് വിട്ടുകൊടുത്തു. നമ്മൾ ചെയ്യാത്തത് കൊണ്ട് വേറെയുള്ളവർ അത് അടിച്ചു മാറ്റിപ്പോയി. ഇതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. ഒരുപാട് ഭാഗികമായ മസാലകളിലേക്ക് ഒന്ന് പറയുമ്പോൾ ഇത് നമുക്ക് പറയാൻ കഴിയും. ഞാൻ അതിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരാളെയും വിഷമിപ്പിക്കുക എന്നത് എൻ്റെ സംസാരത്തിൻ്റെ ഉദ്ദേശമല്ല. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് നമ്മളെ എതിരാളികളായ ആളുകൾ ചെയ്യുന്നതല്ലേ, എന്നാൽ പിന്നെ നമ്മൾ ചെയ്യണ്ട എന്ന ഒരു തീരുമാനം ഇസ്ലാമിൽ നിരുപാധികം ഇല്ല. ഉണ്ട്, സ്വാഭാവികമാണ്. നല്ല കാര്യമാണോ അത് നമുക്കുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, നഹ്നു ഔലാ ബിമൂസാ മിൻകും. മൂസാ നബിയോട് ഞങ്ങളാണ് നിങ്ങളെക്കാളും ബന്ധപ്പെട്ടത് എന്നതുപോലെ തലക്കെട്ടിനോടും താടിയോടും ഒക്കെ നിങ്ങളെക്കാളുള്ള ബന്ധം ഞങ്ങൾക്കുണ്ട്. നിങ്ങളിതുമായിട്ട് ഇങ്ങനെ നടന്ന ആളെ പറ്റിക്കുമ്പോൾ ഞങ്ങളതുകൊണ്ട് ഒഴിവാക്കും കൂടി ചെയ്താൽ പോണ വണ്ടിക്കൊരു ഉണ്ടായി. അപ്പം അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് ഒറ്റവാക്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തും. അപ്പോൾ പ്രവാചകൻ അതിനൊരു പരിഹാരം പറഞ്ഞു. 10ൻ്റെ അന്നുള്ള നോമ്പ് പോലെ നോൽമ്പാ. നമ്മളിപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോയാൽ കൂടിക്കലരുന്ന സംസ്കാരങ്ങൾ തമ്മിൽ നിങ്ങൾ മനസ്സിലാക്കണം. നോമ്പാണിത്, അള്ളാഹുവിന് വേണ്ടി നോൽക്കുന്ന നോൽമ്പ്, ശിർക്കല്ല. മൂസാ നബിക്ക് വേണ്ടിയുള്ള നോമ്പല്ല, രാമന് വേണ്ടിയുള്ളതല്ല, CM മടവൂരിന് വേണ്ടിയുള്ള, അള്ളാഹുവിന് വേണ്ടിയുള്ള നോമ്പ് പോലും അവർ നോൽക്കുമ്പോൾ നമുക്ക് നോൽക്കാൻ വയ്യ. എങ്കിൽ പിന്നെ ഒരു തലയും പാലും ഇല്ലാത്ത, അള്ളാഹുവിന് വേണ്ടി ഉള്ളതല്ലാത്ത ശിർക്കൻ സംസ്കാരമായ ഒരു സംഗതി നമ്മളെങ്ങനെ ചെയ്യാം? ഒരുപാട് ഉദാഹരണങ്ങൾ ഇസ്ലാമിക ശരീഅത്തിൽ ഇതിന് കാണാൻ കഴിയും. ഒന്ന് ഞാൻ ഓർമ്മപ്പെടുത്താം. സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുന്നേ വേറെ നിസ്കാരം പാടില്ല. സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് മറ്റൊരു നിസ്കാരം കാരണമില്ലാത്ത, മുന്തിയ കാരണമില്ലാത്ത ഒരു നിസ്കാരം പാടില്ല. പിന്തിയ കാരണമാണെങ്കിൽ ഓക്കെ. കാരണങ്ങൾ രണ്ട് ജാതിയുണ്ട്. നിസ്കാരത്തിന് മുമ്പുണ്ടാകുന്ന കാരണങ്ങളുണ്ട്, നിസ്കാരത്തിൻ്റെ ശേഷം ഉണ്ടാകുന്ന കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്തുണ്ട്. പരിശുദ്ധ കാബയിൽ മക്കത്ത് പോയാൽക്കറിയാം, തവാഫ് 7 റൗണ്ട് തവാഫ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ 2 റക്അത്ത് സുന്നത്തുണ്ട് മഖാമു ഇബ്രാഹിമിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ സൗകര്യമുള്ള സ്ഥലത്ത്. അത് തവാഫിൻ്റെ ശേഷമാണ്. ആ നിസ്കാരത്തിൻ്റെ കാരണം തവാഫ് ആണ്. തവാഫ് കഴിഞ്ഞല്ലോ, കഴിഞ്ഞു. എന്നാൽ ആ നിസ്കാരം സുബഹിൻ്റെ ശേഷവും നിസ്കരിക്കാം. എന്നാൽ പിന്തിയ കാരണത്തിന് ഉദാഹരണമാണ് യാത്ര. യാത്ര പോകുമ്പോൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. ഞാൻ ആ വിഷയത്തിൽ സംശയമുള്ളയാളാണ്. അവരുടെ അഭിപ്രായം അനുസരിച്ച് യാത്ര പുറപ്പെടുമ്പോഴുള്ള നിസ്കാരമാണെങ്കിൽ ആ നിസ്കാരം സുബഹിൻ്റെ ശേഷം പറ്റൂല. ഒരാൾ ഹജ്ജിന് പോവാണ്, യാത്രയാണ്, എപ്പോഴാണ് പുറപ്പെടുന്നത്? സുബഹി നിസ്കരിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എങ്കിൽ നിസ്കരിക്കാൻ പാടില്ല. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഒരു നിസ്കാരം പാടില്ല. കാരണം യാത്രയാണ് കാരണം, യാത്ര ആയിട്ടില്ല, യാത്ര വരാൻ പോകുന്നുള്ളൂ. അപ്പോൾ കാരണം വരാനിരിക്കുന്നതാണെങ്കിൽ നിസ്കരിക്കാൻ പാടില്ല. കാരണം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കാം. ഇപ്പോൾ പള്ളിയിൽ വന്ന തഹിയ്യത്ത് എന്ന് പറഞ്ഞ 2 റക്അത്തുണ്ട്. ആ നിസ്കരിക്കാം. ചില ആൾക്കാരുണ്ട് മഗ്‌രിബിന് വാങ്ങി കൊടുത്തിട്ട് പള്ളിയിൽ കയറിയാൽ പിന്നെ നിസ്കരിക്കൂല. അങ്ങനെയില്ല.
പള്ളിയിലേക്ക് എപ്പം കയറിയാലും തഹിയ്യത്ത് നിസ്കാരം സുന്നത്താണ്. അത് മിമ്പറിൻ്റെ മുകളിൽ ഖതീബ് ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും തഹിയ്യത്ത് നിസ്കരിക്കണം. പറയുമ്പോൾ ഖുതുബയിൽ മിണ്ടാൻ പാടില്ല. സലാം പറഞ്ഞാൽ മടക്കൽ പോലും നിർബന്ധമില്ല. തുമ്മിറ്റ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഇർഹമുക്കല്ലാ എന്ന് പറയൽ പോലും സുന്നത്തില്ല. ഖുതുബ അത്രയും കടുപ്പുള്ള സംഗതിയാണ്. എന്നാൽ ആ ഖുതുബയുടെ അടക്കാണ് ഒരുത്തൻ പള്ളിയിൽ കയറി വരുന്നത് എങ്കിൽ തഹിയ്യത്ത് നിസ്കരിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ വന്നു, പള്ളിയിൽ ഇരുന്നു, നിസ്കരിക്കാതെ. കാരണം റസൂലുള്ള ഖുതുബ പറയല്ലേ. ഞാനിപ്പോൾ ഈ നിസ്കാരത്തിന് നിന്നാൽ ഖുതുബ കേൾക്കാൻ കഴിയില്ലല്ലോ. പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവാചക തിരുമേനി മിമ്പറിന്റെ മുകളിൽ ചോദിച്ചു, ഖും സ്വല്ലി റക്അത്തൈൻ, എഴുന്നേറ്റ് നിന്ന് 2 റക്അത്ത് നിസ്കരിക്കൂ. സുലൈഖുൽ ഖത്ഫാനി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബിയോട് പ്രവാചകൻ പറഞ്ഞു, നിന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ടിരുന്നോ എന്ന് പറഞ്ഞു. ഖുതുബയുടെ ഇടയിൽ ആവശ്യപ്പെടാം. കാരണം പള്ളിയിൽ കയറി കഴിഞ്ഞു, കാരണം ഉണ്ടായാൽ ഇനി ആ നിസ്കാരം പറ്റും. നട്ടുച്ച നേരത്തെ നിസ്കരിക്കാൻ പാടില്ല, സൂര്യൻ നേരെ മധ്യത്തിൽ നിൽക്കുമ്പോൾ നിസ്കരിക്കാൻ പാടില്ല. എന്നാൽ തഹിയ്യത്ത് നിസ്കാരം പറ്റും, തവാഫിൻ്റെ നിസ്കാരം പറ്റും, ഒക്കെ പറ്റും. അപ്പോൾ ഞാൻ മസാല പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇത് അള്ളാഹുവിനുള്ള ആരാധന. അള്ളാഹുവിന് വേണ്ടിയുള്ള നിസ്കാരം പോലും പാടില്ല. എന്തുകൊണ്ട്? ഇതിൻ്റെ കാരണമാണ് ഞാൻ പറയുന്നത്. എന്താ ഇതിന് കാരണം? അതിൻ്റെ ലോജിക്ക് എന്താണെന്നറിയോ? ഈ സമയങ്ങളിലുള്ള ആരാധന മുശ്രിക്കീങ്ങളുടെ പാരമ്പര്യമാണ്. സുബഹി നിസ്കരിച്ച് കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന മുശ്രിക്കീങ്ങളുടെ പാരമ്പര്യമാണ്, അവരുടെ സ്വഭാവമാണ്. മഗ്രിബ് നിസ്കാരത്തിന് മുമ്പ് സുബഹി അസറിന്റെ ശേഷമുള്ള പ്രാർത്ഥന സൂര്യൻ ആരാധിക്കുന്ന സൂര്യാരാധകരുടെ രീതിയാണ്. നോക്കി നിങ്ങൾ, സൂര്യനെ ആരാധിക്കുന്ന ആളുകൾ അങ്ങനെ ഒരു കർമ്മം ആ സമയത്ത് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കാൻ പാടില്ല. എത്ര കടുപ്പുണ്ട് ഇത്! അപ്പോൾ ഷിർക്കിൻ്റെ ആളുകളുമായി, ഷിർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് ഈ വിഷയത്തിൽ പോലും നമുക്ക് കൂടിക്കലരാൻ പാടില്ലെങ്കിൽ പിന്നെ മറ്റ് സാംസ്കാരിക വിഷയങ്ങൾ പറയണോ? ഇബാദത്ത് അല്ലാത്ത സാംസ്കാരിക കാര്യങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ബർത്ത്ഡേ, മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ, തൊഴിലാളി ദിനം, എന്തെല്ലാം കൊണ്ടുവരുന്നത്? ഇത് അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്താണോ? അല്ല, ഇതൊരു സാധാരണ സാംസ്കാരികത. എന്നാൽ ഈ സാംസ്കാരികതയിൽ പോലും നമ്മൾ മറ്റുള്ളവരുടെ ഇറക്കുമതിയെ ആശ്ലേഷിക്കുന്നതും വാരിപ്പുണരുന്നതും പന്തികേടാണ് എന്ന് ഇസ്ലാമിക ബോധ്യത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. പിന്നെ എല്ലാത്തിനും ന്യായീകരണം ചമക്കുന്ന ആളുകൾക്ക് അവർക്ക് അതിൻ്റെ പിന്നാലെ പോകാൻ, ഞാൻ അവരെ കുറിച്ചല്ല സംസാരിക്കുന്നു. അപ്പോൾ സഹാബികളുടെ ആകാംക്ഷ അസ്ഥാനത്തായിരുന്നില്ല, അത് കൃത്യമാണ്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, വേറെ റിപ്പോർട്ടിൽ കാണാം, ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. ജൂതന്മാരെ പോലെ നമ്മളാവാൻ പാടില്ല. അത് നല്ല കാര്യത്തിലാണെങ്കിൽ പോലും ചെറിയൊരു വ്യത്യാസം വരുത്തണം. ഓല് കെട്ടുന്ന അതേപോലത്തെ തലകെട്ട് കെട്ടണ്ട, ചെറിയ വ്യത്യാസം വരുത്തിയാൽ മതി. അപ്പം എന്താ ചെയ്യുക? തലേന്ന് നോൽക്കുക, പിറ്റേന്ന് നോൽക്കുക. അഥവാ മുഹറം 9 നോൽക്കുക. മുഹറം 9 പ്രത്യേകതയൊന്നുമില്ലല്ലോ. മുഹറം 9 മൂസാ നബീനെ അള്ളാഹ് രക്ഷിച്ചത്? അല്ല, മൂസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹ് രക്ഷിച്ചത് മുഹറം 10. എന്നാൽ അതിൻ്റെ പേരിൽ നോമ്പെടുക്കുമ്പോൾ മുഹറം 9 കൂടി നോൽക്കണം. എന്താ കാര്യം? ജൂതന്മാരുടെ ഒരു ബന്ധവും ഞമ്മക്കില്ല. വമാ അന മിനൽ മുശ്രിക്കീൻ മാ കാന ഇബ്രാഹീമു യഹൂദിയൻ വല നസ്രാനിയൻ വലാകിൻ കാന മിനൽ മുസ്ലിമീൻ. ഇനി 9 നോൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ 11 നോൽക്കാൻ എങ്ങനെങ്കിലും ഓരോമായിട്ട് എതിരായി തീരും. ഇതാണ് ഇസ്ലാമിൻ്റെ തിയറി. നമ്മൾ ഉണ്ടാക്കുന്ന പ്രവൃത്തികളിൽ പോലും നമ്മൾ എതിരാകണം. അല്ല, നമ്മൾ ഉണ്ടാക്കുന്ന പ്രവൃത്തി മാത്രമല്ല, നമ്മൾ ഉണ്ടാക്കുന്നതല്ലാത്ത പ്രവൃത്തികളുണ്ട്. അല്ലാഹു തആല ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ. ഇപ്പം താടി രോമം നരച്ചു, നമ്മൾ ഉണ്ടാക്കണമല്ല, നമ്മൾ പിന്നെ അല്ല താടി നരപ്പിക്കുന്നത്. അത് അല്ലാഹു തആല അതിൻ്റെ സമയമാകുമ്പോൾ ചില ആൾക്കാർ താടി നരക്കും, ചിലത് നരക്കൂല. താടി രോമം നരച്ചാൽ അത് നരച്ച താടിയെ കറുപ്പിക്കാനോ മൈലാഞ്ചി ഇടാനോ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ജൂതന്മാർ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നരയെ നിങ്ങൾ മാറ്റണം. മൈലാഞ്ചി ഇടുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളർ കൊടുക്കുക, കറുപ്പ് കളർ കൊടുക്കാൻ പാടില്ല എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്.
ഇനി പൊരുത്തം കറുപ്പ് കൊടുത്ത് നിന്നിട്ട് ഓനെ കുതിര കയറും വേണ്ട, കാരണം അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. പക്ഷേ വയസ്സന്മാർ കിളവന്മാരാണെങ്കിൽ കറുപ്പ് കൊടുക്കരുത്, കാരണം അത് അള്ളാഹുവിനെ പറ്റിക്കലാണ്, ആൾമാറാട്ടം. 90 വയസ്സുള്ള ഒരാൾ നേരത്തെ താടി ഒന്നായിട്ട് കറുപ്പാക്കിയാൽ മൂപ്പരെന്തായാലും ചെറുപ്പക്കാരനല്ല എന്നുള്ളത് ഉറപ്പാണ്, വെറുതെ ആളെ പറ്റിക്കാൻ. അതേ സമയത്ത് കുറച്ചൊക്കെ ഒരു 10-50 വയസ്സൊക്കെ ഉള്ളൂ, മൂപ്പർക്ക് ഇങ്ങനെ ഈ നിര ഇങ്ങനെ കാണുമ്പോൾ വലിയ ഇടങ്ങേറുണ്ട്. പിന്നെ ജൂതന്മാരോട് എതിരമാണല്ലോ, അപ്പം ഒരു വൈറ്റ് ബ്ലാക്ക് ആക്കുക, ഓനെപ്പറ്റി ഓനെ കുതിര കയറാൻ പോകണ്ട, എന്നാലും കറുപ്പ് ഒഴിവാക്കുകയാണ് നല്ലത്. മൈലാഞ്ചിയുടെ ഈ താടി നിരക്കുന്നത് നമ്മളുണ്ടാക്കി തീർക്കുന്നതല്ല, അത് അള്ളാഹു തരുന്നതാണ്. എങ്കിൽ പോലും ജൂതന്മാർക്ക്, നമ്മളാരും അറിയില്ല ഇതില്ലേ, ജൂതന്മാർക്ക് എങ്ങനെ ഒരു സിദ്ധാന്തം ഉണ്ടോ? നമ്മളത് അറിയുക പോലും ചെയ്യുന്നില്ല. എന്നിട്ട് പോലും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു വേണം, നിങ്ങൾ അത് കളർ മാറ്റണം. അവിടെ നിങ്ങൾ ഇപ്പോഴത്തെ കാലത്തെ ജൂതന്മാർക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടോ എന്ന് തന്നെ നമുക്കറിയില്ല. എങ്കിൽ പോലും നിയമം വന്നു കഴിഞ്ഞു, ഇനി നമ്മളിങ്ങനെ തലചൂടണ്ട. അത് പണ്ട് ഇങ്ങനെ ജൂതന്മാർക്ക്, ഇപ്പം അങ്ങനെ ഇല്ലല്ലോ. നിയമം വന്ന അതിന് വൈപ്പിടുക. പിന്നെ ഇപ്പോൾ നിലവിലുണ്ടോ നിലവിലില്ലേ, അതൊക്കെ യുക്തിവാദമാണ്. നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ കണ്ടില്ലേ 3 റൗണ്ട് ഇങ്ങനെ മറ്റേ ചാടി പോണ്. ഉംറക്ക് പോകുന്നവരില്ല ഇവിടെ, തവാഫിൻ്റെ 7 റൗണ്ടിൽ ആദ്യത്തെ 3 റൗണ്ട് ഇങ്ങനെ ഈ പിന്നെ അടക്കാക്കളിൻ്റെ മാതിരി ചാടിയാണ് പോലെ, റംല് എന്ന് പറയും. എന്തിനാ? അത് ആ കാലഘട്ടത്തിലെ കാഫിരീങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നവിടെ കാഫിരീങ്ങളുണ്ട് മക്കത്ത്. ഇന്ന് മക്കത്ത് പള്ളിൻ്റെ ഉള്ളിൽ കാഫിരീങ്ങളില്ല, പള്ളിൻ്റെ ഉള്ളിലില്ല, പുറത്തുമില്ല. പിന്നെ ആരെ കാണിക്കാനാ ഇത് ആരെ കാണിക്കാനാന്നുള്ളത് നിങ്ങൾ നോക്കണ്ട, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതാ. അത് ഖിയാമത്ത് നാൾ വരെ ദീനാണ്. യുക്തിവാദം ഇസ്ലാമിൽ കൊണ്ടുവരരുത് എന്നതുപോലെ. ഇനി വേറൊരു ഉദാഹരണം നോക്കി നിങ്ങൾ. വെള്ളിയാഴ്ച പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞാൽ നമ്മളോട് എന്താ പറഞ്ഞ അള്ളാഹു ഖുർആൻ പറഞ്ഞ് ഫൈദാ ഖുളിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. വെള്ളിയാഴ്ച 2ാമത്തെ റക്അത്തിൽ 1ാമത്തെ റക്അത്തിൽ ഓതൽ സുന്നത്തുള്ള സൂറത്തുൽ ജുമുഅയുടെ അവസാനത്തെ സൂക്തങ്ങളിൽ ഒരു സൂക്താണിത്. നിങ്ങൾ പള്ളിയിൽ ജുമാ നിസ്കാരം പൂർത്തിയാക്കിയാൽ അവിടെ തന്നെ ഇരിക്കണം എന്നല്ല പറഞ്ഞത്. ഫന്തശിറൂ ഫിൽ അർളി, പള്ളിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകണം എന്നാണ് പറഞ്ഞത്. പള്ളിയിൽ നിന്ന് ഇറങ്ങാനുണ്ട് ചില കൽപ്പന ഖുർആനിൽ. അതെങ്ങനെ ചിന്തിക്കാൻ പറ്റത്? പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ പറയാം, അതെ പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ തന്നെ. ഫന്തശിറൂ ഫിൽ അർളി, സൂപ്പർ മാർക്കറ്റിൽ പോയിക്കോളി, കടയിൽ പോയിക്കോളൂ, വിദ്യാലയത്തിൽ പോയിക്കോളൂ, വയലിൽ പോകണം, മലയിൽ പോകണം, യാത്രക്ക് പോകണം. എന്തിന്? മഈശത്ത് അന്വേഷിച്ചുകൊണ്ട്, കുടുംബം പുലർത്താനുള്ള സംവിധാനമുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങണം എന്നുള്ള ഖുർആനിൽ പറയണം. നിർബന്ധമൊന്നുമില്ല, പക്ഷെ അള്ളാഹ് പറയാണ്. എന്താ കാരണം? ജൂതന്മാരോട് യോജിക്കാൻ പാടില്ല. ജൂതന്മാരുടെ ബഹുമാനപ്പെട്ട ദിവസം ശനിയാഴ്ച. അന്ന് അവർ ആ ശനിയാഴ്ച വീട്ടിൽ കുക്കിംഗ് പോലും പാടില്ല, വീട്ടിൽ ചോറും കറിയും ഉണ്ടാക്കാൻ പോലും പാടില്ല. അന്ന് ഫുള്ള് ആരാധനയാണ്. അന്ന് പള്ളി അച്ഛൻ, പുരോഹിതൻ, ഇതെന്നെ പരിപാടി. അതുകൊണ്ട് പള്ളി പോയാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. ഇസ്ലാം മതം പഠിപ്പിക്കുന്നു ജൂതന്മാരെ പോലെ അവരത് പള്ളിയിൽ പോകണം, വെള്ളിയാഴ്ച പള്ളിയിൽ പോകണം, നേരത്തെ പോകണം. പക്ഷെ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ നിന്ന് പുറത്ത് പോരാ. ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. അപ്പം ഇത്രയും നമ്മൾ ഇവരുമായിട്ട് വിയോജിച്ചുകൊണ്ടാണ് പോകുന്നത്. ആ വിയോജിപ്പ് നമ്മുടെ ആരാധനാകർമ്മങ്ങളിലും നമ്മുടെ സാംസ്കാരികതയിലും നമ്മുടെ ഭാഷയിൽ വരെ. ഞാനിപ്പോൾ ഈ വിഷയം പറയാൻ ഒരുപാട് സമയം, ഞാൻ ഈ വിഷയം എൻ്റെ കൂടെ വേറെ വിഷയം കൂടി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനെന്നെ വേണം ഒരു അരമണിക്കൂർ. നമ്മുടെ ഭാഷയിൽ വരെ മുസ്ലിം സാംസ്കാരികത, മുസ്ലിം പാരമ്പര്യത്തിൻ്റെ ആത്മാവ് തൊട്ടറിയാത്തത് കൊണ്ട് നമുക്ക് വന്നുപോയിട്ടുള്ള ഒരുപാട് അബദ്ധങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അറബി ഭാഷ നമ്മുടെ ആദർശമാണ്. അറബി ഭാഷ നമ്മുടെ ഈമാങ്കാര്യത്തിൽപ്പെട്ടതാണ്. അത് വെറും ഒരു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ല, സംസാര ഭാഷ മാത്രമല്ല, അറബി ഭാഷ നമ്മുടെ ആദർശം ആകുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ നോക്ക്, അറബ് ലീഗ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. ലോകത്ത് അറബ് രാജ്യങ്ങൾ 22ഓളം വരുന്ന അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മ. 22 രാജ്യങ്ങളുണ്ട് അറബ് ലീഗിൽ. ഇത് എവിടുന്നേ വന്ന്? അറബി ഭാഷ സംസാരിക്കുന്നത് അറേബ്യൻ പെനിൻസുലയിലുണ്ടായിരുന്ന, അറേബ്യൻ ഉപദ്വീപിലുണ്ടായിരുന്ന ആ ഒരു വട്ടം, സൗദി, ഖത്തർ, കുവൈത്ത്, ഒമാൻ, ബഹ്റൈൻ, യമൻ, ഇത്രയും രാജ്യങ്ങളാണ് അൽ ഖലീജുൽ അറബി, അറേബ്യൻ ഗൾഫ് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് മാത്രമായിരുന്നു അറബി ഉണ്ടായിരുന്നത്. ഈ 5-6 രാജ്യങ്ങൾ. 22 രാജ്യങ്ങൾ ഇന്ന് അറബി സംസാരിക്കുന്നു. ഇറാഖ്, ജോർദാൻ, ഫലസ്തീൻ, ഈജിപ്ത്, സിറിയ, മൊറോക്കോ, അൽജസായിർ, അൾജീരിയ എന്ന് പറയുന്നത്, തൂനിസ്, ലിബിയ, സുഡാൻ, എത്യോപ്യ, ഈ രാജ്യങ്ങളൊക്കെയും അറബി സംസാരിക്കുന്നു. എന്തേ?
അങ്ങനെ തമിഴ്നാട്ടുകാരന് കേരളത്തിൽ വന്ന മലയാളം പറയാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നില്ല. ഇത്ര അടുത്ത് കിടക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ, മലയാളവും തമിഴും തമ്മിൽ എത്ര ബന്ധമുണ്ട്? ഇവിടുത്തെ മുഖ്യമന്ത്രി വിചാരിച്ച മാറ്റാൻ കഴിയുമോ ഇവിടുത്തെ ഭാഷ? ഇവിടുത്തെ പ്രധാനമന്ത്രി വിചാരിച്ച മാറ്റാൻ കഴിയുമോ? മലയാളികളെല്ലാവരും തമിഴന്മാരാവണം എന്നൊരു ഉത്തരവ് പുറപ്പെടുവിച്ച കാണ വിവരം സാധ്യമല്ല. എന്നാൽ അറബി ഭാഷയുമായി ഒരു പൊരുത്തവുമില്ലാതിരുന്ന ആളുകൾ, ബാർബേറിയൻ സംസാരിച്ചിരുന്നവർ, സുറിയാനി സംസാരിച്ചിരുന്നവർ, ഹീബ്രു സംസാരിച്ചിരുന്നവർ, ഫിറോനിക് ഭാഷ സംസാരിച്ചിരുന്നവർ എല്ലാം അവരെ ഭാഷ ഇന്ന് മ്യൂസിയത്തിൽ പോയാൽ പോലും കിട്ടൂല. ഹീബ്രു ജൂതന്മാരെ കൂട്ടത്തിലെ കുറച്ച് പുരോഹിതന്മാർക്കല്ലാതെ ആർക്കും അറിയും ഹീബ്രു? അതുപോലെ ഫിറോനിക് ഭാഷ ഈജിപ്തിലെ ഒരു മിസ്രിക്കും അറിയില്ല ഫിറോനിക് ഭാഷ. അവരെ ഭാഷയായിരുന്നു അത്. എവിടെ പോയി എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ദീൻ വന്നപ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് വന്നപ്പോൾ അതിൻ്റെ കൂടെ വന്നതാ. അതിൻ്റെ കൂടെ വരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ് വെറും തൊള്ളോണ്ട് പറയുന്ന വർത്താനല്ല. ജീവിതമാർഗ ആസകലം മാറ്റിമറിക്കുന്നതാണ്. കുപ്പായം മാറ്റും, തുണിയും മാറ്റും, എല്ലാം മാറ്റും, ഭാഷ മാറ്റും, വസ്ത്രം മാറ്റും, ഭക്ഷണം മാറ്റും. മാറ്റിയിട്ടുണ്ട്. ഭാഷ മാറ്റുക എന്ന് പറഞ്ഞാൽ ലോക നാഗരികതയിൽ സംഭവിക്കാൻ പാടില്ലാത്ത സംഗതിയാണ്. നിങ്ങൾ പഠിക്കൂ, ഹിസ്റ്ററി പഠിക്കൂ, വേൾഡ് ഹിസ്റ്ററി പഠിക്കൂ. ലോകത്തെവിടെ ഭാഷ മാറിയത്? ഇസ്ലാമിക നാഗരികതയിലല്ലാതെ എവിടെയാണ് ഇത്ര ലോകവ്യാപകമായി ഭാഷക്ക് മാറ്റം വന്നതെന്ന് ചോദിച്ചാൽ വട്ടപൂജം എന്നാണ് ഉത്തരം. എന്നാൽ ഇസ്ലാം ഭാഷയെ മാറ്റിയിട്ടുണ്ട്. ഈ ഭാഷയെ മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു സംഗതി ആയിരുന്നു അറബി മലയാളമൊക്കെ. ഞാൻ അതിലേക്ക് തോനെ കടക്കുന്നില്ല. അത് കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല, മുസ്ലിമീങ്ങളുടെ ലോകത്ത് മുഴുവനും ഈ രീതിയിലുള്ള ആസൂത്രണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് പാതി വഴിയിൽ നിന്നുപോയി. നിങ്ങൾ ഇത് ഒറിജിനൽ പ്യുവർ അറബിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ വല്യാപ്പാരുണ്ടാക്കി വെച്ചതാ. പക്ഷെ നമ്മൾ പ്യുവർ അറബിയിലേക്ക് അങ്ങോട്ട് പോണതിന് പകരം നമ്മൾ ബാക്കോട്ട് ഇങ്ങോട്ട് പോകുന്നത് അതുണ്ടായത്. എന്നിട്ട് കുറ്റം മുഴുവൻ വല്യാപ്പാർക്ക്. ഇന്തോനേഷ്യയിൽ പോയി നോക്കൂ, അവിടെ അറബി മലയാളമുണ്ട്. അറബി മലയാളം എന്ന് പറഞ്ഞാൽ അവിടുത്തെ അറബി മലയാളം. ഭാഷ ഇന്തോനേഷ്യയാണ്, ലെറ്റർ അറബിയാണ്. മലേഷ്യയിൽ പോയി നോക്കൂ, സിംഗപ്പൂരിൽ പോയി നോക്കൂ, ശ്രീലങ്കയിൽ പോയി നോക്കൂ, തമിഴ്നാട്ടിൽ പോയി നോക്കൂ. മുസ്ലിമീങ്ങൾ അവിടെ കൊണ്ടോ അവിടെ ഒക്കെയും അവനവൻ്റെ നാട്ടിലെ ഭാഷ അറബി ലിപിയിൽ എഴുതുന്ന സംവിധാനം മുസ്ലിമീങ്ങൾ വികസിപ്പിച്ചെടുത്തതാണ്. എന്തിനു വേണ്ടി? പരിശുദ്ധ ഖുർആനിലേക്ക് ഒരു പടി ചാടിക്കടക്കാൻ വേണ്ടി. പക്ഷെ അത് നമ്മൾ മുഴുവനാക്കില്ല. നമ്മളത് പഴഞ്ചന എന്ന് പറഞ്ഞ് തള്ളി. ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, കഴിഞ്ഞു, അതിൻ്റെ കഥ കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത് ചത്തതിൻ്റെ ജാതകം നോക്കുന്നത് ശരിയില്ല എന്ന് പറയും പോലെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പം ഇത്രയും ഭാഷയുടെ വിഷയത്തിൽ പോലും വേറിട്ട് നിൽക്കണം. ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ഈ വിഷയത്തിൽ ബോധമുള്ളവരാണ്. ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങളുടേതായ ഒരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടി അവർ അന്ന് ശ്രമിച്ചിട്ടുണ്ട്, ഇന്നും ശ്രമിക്കുന്നുണ്ട്. നമ്മളെ കൂട്ടത്തിൽപ്പെട്ട കുറേ ആളുകൾ ഇത് ഒഴിവാക്കി. ഉറുദു ഭാഷ എങ്ങനെ വന്നതാ? ഇസ്ലാമിന് വേണ്ടിയിട്ടുണ്ടായ ഭാഷയാണ്. ഈ തമിഴ്നാട്ടിലും കർണാടകയിലും പോയി നോക്കി, അവിടെയുണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില ഭാഷകൾ. മുസ്ലിമിനല്ലാതെ ഹിന്ദുവിന് തിരിയാത്ത ഭാഷ ഈ ഇന്ത്യയിലുണ്ട്. കർണാടകയിൽ മംഗലാപുരത്ത് പോയി നോക്കി, മംഗലാപുരത്തെ മുസ്ലിമീങ്ങൾ മാത്രം സംസാരിക്കുന്ന ഭാഷയുണ്ട്. ഐഡൻറ്റിറ്റിയാണ്. അപ്പം ഈ വേർതിരിവ് നിസ്കാരത്തിലും നോമ്പിലും മാത്രമല്ല, നമ്മുടെ ജീവിത പദ്ധതിയിൽ മുഴുവൻ കാണിക്കണം. ഇത് നമ്മൾ ഇസ്ലാമോഫോബിയ ഉണ്ടായി വരുന്ന ഒരു കാലത്ത് അതിന് ഒരു തള്ളു കൊടുക്കുകയാണല്ലോ ഈ സംസാരം. അതൊന്നുമല്ല, അത് വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. ഇസ്ലാമോഫോബിയെക്കുറിച്ച് നന്നായി പറഞ്ഞ 2-3 ക്ലിപ്പുകൾ എപ്പിസോഡ് യൂട്യൂബിൽ എൻ്റെ ചാനലിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം. എന്ത് പറഞ്ഞാൽ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പള്ളി വരാനും പറ്റും, നിസ്കരിക്കാനും പറ്റില്ല, ബാങ്ക് കൊടുക്കാനും പറ്റാതാവുമല്ലോ. കാരണം ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുന്നത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ലേ പറയുന്നത്. അതിനെക്കാട്ടിയും വലിയ ഇസ്ലാമോഫോബിയ എന്താ ഉള്ളത്? അപ്പം അങ്ങനെ കയറൂരി വിടാൻ വകുപ്പില്ല. അപ്പം ഇരിക്കട്ടെ, ആശൂറ നോമ്പ് സുന്നത്താണ്. പക്ഷേ മുസ്ലിം സമുദായത്തിൻ്റെ ഐഡൻറ്റിറ്റി പരിപാലിക്കണം എന്നത് സുന്നത്തല്ല, അത് ഈമാൻ കാര്യത്തിൻ്റെ ഭാഗമാണ്. അത് എല്ലായിടത്തും നമ്മളത് കാണിക്കണം. നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ കച്ചവട സ്ഥാപനത്തിലേക്ക് ഒരാൾ വന്നാൽ ഇതൊരു മുസ്ലിമിൻ്റെ കച്ചവട സ്ഥാപനം. നമ്മളെ കച്ചവടം പൊളിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ മെസ്സേജ് കൈമാറാൻ വേണ്ടിയിട്ട്.
നമ്മൾ കച്ചവടം ചെയ്യുന്ന വെറും കച്ചവടമല്ല, നമ്മൾ കച്ചവടം ചെയ്യുന്ന അള്ളാൻ്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള അമലാണ്. അപ്പം അതിൻ്റെതായ രീതികൾ സ്വീകരിക്കണം. നമ്മുടെ വിദ്യാലയത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ ജോലിസ്ഥലത്ത്, എല്ലായിടത്തും നമ്മൾ ആര് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ ആയിരിക്കണം നമ്മൾ ഉണ്ടാവേണ്ടത്. ഇനി ഞാൻ ആശൂറാവുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു വിഷയം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കാം. അത് മുഹറം 10-ൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയതിൻ്റെ പേരിലുണ്ടായ ബഹുമാനമാണ് ആ ദിവസത്തിനുള്ളത്. വേറെ ഒരു ബഹുമാനവും ആ ദിവസത്തിനില്ല, വേറെ ഒരു പ്രത്യേകതയും ആ ദിവസത്തിനില്ല. അന്ന് നോമ്പെടുത്താൽ തലേ കൊല്ലത്തെ ദോഷം പൊറുക്കുമെന്ന് അള്ളാഹു തആല പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മുഹറം 10-ന് വേറെ ഒരു പ്രത്യേകതയുമായിട്ട് ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി നമ്മുടെ രാജ്യം ഹോളിഡേ ആയി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് മുഹറം 10. മുഹറം 10 ഇന്ത്യയിൽ ഔദ്യോഗിക ഒഴിവ് ദിനമാണ്, നിങ്ങൾക്കറിയാം. അത് നമ്മൾ നോമ്പ് പോൽക്കാൻ വേണ്ടിയിട്ട് ഒഴിവ് തന്നതല്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരത് തിരുത്തണം. അങ്ങനെയാണെങ്കിൽ മുഹറം 10-നേക്കാളും വലിയ പ്രത്യേകതയുള്ള ദിവസമാണ് യൗമു അറഫ, അറഫാൻ്റെ ദിവസം. അറഫാൻ്റെ ദിവസം ഈ നാട്ടിൽ ഒരു ഒഴിവും ഇല്ല. ഉണ്ടോ? ഇല്ല. എന്നാൽ മുഹറം 10-ൻ്റെ അന്ന് നമ്മുടെ രാജ്യം ഒഴിവ് കൊടുത്തത് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഇന്ത്യ രാജ്യത്തെ ഇസ്ലാമിൻ്റെ അസ്തിത്വത്തെ പിഴുതെറിയാൻ വേണ്ടി ഇവിടെ ഉണ്ടായിരുന്ന ഒരു വിഭാഗം വിമത ശക്തികൾക്കുള്ള മോട്ടിവേഷൻ ആയിരുന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഷിയാക്കൾക്കുള്ള പ്രൊമോഷൻ ആയിരുന്നു. അവർക്ക് മുഹറം 10-ൻ്റെ അന്നൊരു പ്രത്യേകത ഉണ്ട്. അള്ളാഹുവിൻ്റെ ദീനിൽ പറഞ്ഞിട്ടില്ലാത്ത, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതിന് നേരെ വിരുദ്ധമായ ഒരു പ്രത്യേകത അവർക്കുണ്ട്. അതെന്താണ്? അത് ഹിജ്റ 61-ന് കർബല എന്ന് പറയുന്ന ഇറാഖിലെ ഒരു പ്രദേശത്ത് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രൻ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമാ അവരുടെ രക്തസാക്ഷിത്വത്തെ അയവിറക്കിക്കൊണ്ട് ദുഃഖമാചരിക്കുക. അതാണ് ആ ദുഃഖം ആചരിക്കുക. എങ്ങനെയാണ്? മുഖത്ത് അടിച്ചുകൊണ്ട്, കുപ്പായത്തിൻ്റെ മാറ് കീറിക്കൊണ്ട്, വാളും കത്തിയും എടുത്ത് വെട്ടിയിട്ടും കുത്തിയിട്ടും, തീക്കുണ്ടാരമുണ്ടാക്കി അതിൽ ചാടിയിട്ട് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിയിട്ട് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് യാ ഹുസൈൻ, യാ അലി എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും അവർ. ഇന്നും അവരെ കുപ്പായത്തിൻ്റെ മുകളിൽ വരെ ഹജ്ജിന് പോയാൽ കാണാം, ഉംറക്ക് പോയാൽ കാണാം. സൗദി ഭരണകൂടത്തിന് പോലും അവരെ തടയാൻ പറ്റാത്ത വിധം കാര്യങ്ങൾ വഷളായിട്ടുണ്ട്. അവർ കുപ്പായിട്ട് വരിക, കുപ്പായത്തിൻ്റെ പുറത്ത് എന്താണ് പറയുക? യാ ഹുസൈൻ, യാ ഹുസൈൻ എന്ന് എഴുതിയ കുപ്പായം ധരിച്ചുകൊണ്ടാണ് അവർ തൗഹീദിൻ്റെ കേന്ദ്രത്തിലേക്ക്, കാബാലയത്തിൻ്റെ പരിസരത്തേക്ക് വരുന്നത്. ഷിർക്കിൻ്റെ വേഷമണിഞ്ഞുകൊണ്ട് അവരുടെ കൊടിയുടെ മുകളിൽ, അവരുടെ കൊടികളുടെ മുകളിൽ യാ ഹുസൈൻ, യാ അലി, യാ ഫാത്തിമ ഈ രീതിയിൽ എഴുതി വെക്കുന്നു. അത് ഷിർക്കിൻ്റെ ആചാരമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ വ്യക്തമായി വിലക്കി. ലൈസ മിന്നാ മൻ ലതമൽ ഖുദൂദ വശക്കൽ ജുയൂബ വദആ ബിദഅവത്തിൽ ജാഹിലിയ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നു. ലൈസ മിന്നാ, മുസ്ലിമല്ല, എൻ്റെ ജാതിയിൽപ്പെട്ടവനല്ല. മൻ ലതമൽ ഖുദൂദ്, മുഖത്തടിക്കുന്നവൻ, മുഖത്തടിച്ച് കരയുന്നവൻ. വശക്കൽ ജുയൂബ്, കുപ്പായം കീറിപ്പൊളിക്കുന്നവൻ. വദആ ബിദഅവത്തിൽ ജാഹിലിയ, മുശ്രിക്കീങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് പോലെ യാ ഹുസൈൻ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ എൻ്റെ ജാതിയിൽപ്പെട്ടവനല്ല. ഇവരെ കുറിച്ച് തന്നെയല്ലേ ഇത് പറയുന്നത്? ദുഃഖം ആചരിക്കെ അങ്ങനെ പരിപാടി ഇസ്ലാമിലില്ല. ദുഃഖമുണ്ടാകുന്ന സംഗതികൾ വന്നാൽ അത് കടിച്ചമർത്താനാണ് പറഞ്ഞത്, ക്ഷമിക്കാനാണ് പറഞ്ഞത്, അള്ളാഹുവിൽ നിന്ന് വമ്പിച്ച കൂലി പ്രതീക്ഷിക്കാനാണ് പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ സൂറത്തു അൽ ബഖറയുടെ 155-ൽ 156-ൽ 157-ൽ അള്ളാഹു പറഞ്ഞു വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. നിങ്ങളെ ഞാൻ ശക്തമായി പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ട്? സമ്പത്ത് നഷ്ടപ്പെടും, കൃഷി നഷ്ടപ്പെടും, ജീവൻ നഷ്ടപ്പെടും.
നിങ്ങളുടെ സന്താനങ്ങൾ നഷ്ടപ്പെടും, നിങ്ങളുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ആർപ്പും വിളിയും കൂട്ടാൻ പാടില്ല, നിങ്ങൾ അള്ളാഹുവിനെ ചീത്ത പറയാൻ പാടില്ല, നിങ്ങൾ വിധിയെ പഴിക്കാൻ പാടില്ല. പിന്നെ വബശ്ശിരി സ്വാബിരീൻ, ക്ഷമ കൈക്കൊള്ളുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത്. അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. അത് മുതലാളിക്ക് മാത്രമല്ല, പണ്ഡിതന് മാത്രമല്ല, എല്ലാ വിഭാഗം ആളുകൾക്കും സ്വർഗത്തിൽ പോകാനുള്ള വഴി അല്ലാഹു കൊടുക്കുന്നു. മുതലാളിമാർക്ക് ദാനധർമ്മം ചെയ്ത് സ്വർഗത്തിൽ പോകാം, വലിയ പണ്ഡിതന്മാർക്ക് ഇൽമു പറഞ്ഞു കൊടുത്തുകൊണ്ട് സ്വർഗത്തിൽ പോകാം. എന്ന പാവപ്പെട്ടവൻ, ഗതിയില്ലാത്തവൻ, ആരോഗ്യമില്ലാത്തവൻ, കയ്യിൽ പണമില്ലാത്തവൻ, വിവരമില്ലാത്തവൻ, ഓനും വേണ്ട സ്വർഗം, ഓനും വേണം സ്വർഗം. അവന് സ്വർഗത്തിൻ്റെ രാജപാതയിലൂടെ കടക്കാൻ ഏറ്റവും വലിയ വഴിയുണ്ട്. ക്ഷമ കൈക്കൊള്ളുന്നവരാവണം. ആർക്കും ക്ഷമിക്കാം, പണ്ഡിതന്മാർക്കല്ല, മുതലാളിമാർക്കല്ല, ആർക്കും ചെയ്യാൻ പറ്റുന്ന കർമ്മമാണ് ക്ഷമ. വബശ്ശിരി സ്വാബിരീൻ. അവരുടെ പ്രത്യേകത എന്താണ്? അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്ക് വല്ല ആപത്തും വന്നുപെട്ടാൽ, അവരെ കുട്ടികൾ മരണപ്പെട്ടാൽ, നേതാക്കന്മാർ കൊല ചെയ്യപ്പെട്ടാൽ, അവരുടെ സ്ഥാപനങ്ങളിൽ തീ വെക്കപ്പെട്ടാൽ, അങ്ങനെയൊക്കെ ചെയ്താൽ മുണ്ടാതിരിക്കണം എന്നല്ല. അങ്ങനെയൊക്കെ ചെയ്താൽ പ്രതിരോധം വേണം, പ്രതിരോധ നടപടി വേണം. അത് വേറെ വിഷയം, എൻ്റെ വിഷയം അതല്ല. പക്ഷെ ദുഃഖം ആചരിക്കാൻ പാടില്ല, മുഖത്തടിച്ച് കരയാൻ പാടില്ല, വെപ്രാളപ്പെടാൻ പാടില്ല, വിധിയെ പഴിക്കാൻ പാടില്ല. പിന്നെന്തു പറയണം? പറയാന്നല്ല, ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ തൊള്ളോണ്ട് പറയലല്ല. നമ്മൾ ആരെങ്കിലുമൊക്കെ മരിച്ചാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയും. തൊള്ളോണ്ട് പറയൽ സുന്നത്താണ്. പക്ഷെ തൊള്ളോണ്ട് പറയാന്നുള്ളതല്ല അവിടുത്തെ പ്രധാനം. അതൊരാദർശമാണ്. നിന്റെ മനസ്സിൽ ഈ ആദർശം അലയടിക്കണം, പ്രകമ്പനം കൊള്ളണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ലില്ലാഹി മാ അഅത വലില്ലാഹി മാ അഖദ്. അള്ളാഹു തന്നത് അവനുള്ളതാണ്, അള്ളാഹു തിരിച്ചു കൊണ്ടുപോയതും അവനുള്ളതാണ് എന്നത് ആദർശമാണ്. നമ്മൾ ദിക്ർ ചൊല്ലുക, നിസ്കാരത്തിൻ്റെ ശേഷം ദിക്റുണ്ട്, രാവിലെയും വൈകുന്നേരം ദിക്റുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ പറയാം. ഈ ദിക്ർ വെറുതെ നാവുകൊണ്ട് ചെല്ലുക എന്നുള്ളതല്ല. ഓരോ ദിക്റും ഓരോ ആദർശമാണ്. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് നമ്മുടെ ആദർശം പറയണ്. ആ ആദർശം ഹൃദയത്തിൽ ഇങ്ങനെ അങ്കുരിക്കണം. വെറുതെ സുബ്ഹാനല്ലാഹ് പറയല്ല, നമ്മൾ ജനഗണമന ചെല്ലുന്നത് പോലെയല്ല. ആദർശത്തെ ഊട്ടിയുറപ്പിക്കാനുള്ള പദ്ധതികളാണ് ദിക്റുകൾ. ഖുർആൻ ഓതുന്നത് ആദർശം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ, വെറും ഓത്തല്ല. അപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ആദർശം അവർ ഊട്ടിയുറപ്പിക്കും. അതാണ് ഒരു അപകടം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു വിശ്വാസിക്കുണ്ടാവേണ്ടത്. അങ്ങനെ അവൻ പറഞ്ഞാൽ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മത്തുൻ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവർക്കാണ് അള്ളാഹുവിൻ്റെ ശാന്തി, അള്ളാഹുവിൻ്റെ രക്ഷ, അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ. അവർ മാത്രമാണ് നേരായ വഴിയിൽ പോകുന്നവർ. സൂറത്തു അൽ ബഖറയുടെ 157 അള്ളാഹ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അപകടങ്ങൾ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ആദർശത്തിൽ മുറുകെ പിടിക്കലാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു വളരെ വലിയ മഹാനാണ്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടയാളാണ്. അദ്ദേഹത്തിന് സംഭവിച്ചു പോയതിൽ നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. പക്ഷെ അത് ആചരിക്കാൻ പാടില്ല, അത് കൊണ്ടാടാൻ പാടില്ല. അതിൻ്റെ പേരിൽ കലണ്ടറിൽ പ്രത്യേകം അഹ്ലുബൈത്ത് ഡേ എന്ന് പറഞ്ഞു, അഹ്ലുബൈത്ത് ഡേ എന്ന് പറഞ്ഞിട്ട് മുഹറം 10 കലണ്ടറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ പല ആളുകളും. ഷിയായിസം ആകുന്നു, അത് ചെയ്യാൻ പാടില്ല. അഹ്ലുബൈത്ത് ഡേ എന്ന് പറഞ്ഞൊരു ഡേ ഇസ്ലാമിൽ ഇല്ല. നമ്മൾ എല്ലാ ദിവസവും അഹ്ലുബൈത്തിനെ സ്നേഹിക്കണം. അഹ്ലുബൈത്തിൽ ആദ്യം കടന്നു വരുന്നത് അള്ളാഹു റസൂലിൻ്റെ ഭാര്യമാരാണ്. ഭാര്യമാരോട് സ്നേഹമില്ല, ആയിഷ റളിയല്ലാഹു അൻഹായോട് സ്നേഹമില്ല, പിന്നെന്താ അഹ്ലുബൈത്ത? അപ്പോൾ ഈ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, അല്ല ദുഃഖം ആചരിക്കലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗമാണ് ഒരു മുസ്ലിമിന് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി. നമ്മൾ ദുഃഖം ആചരിക്കുന്നില്ല. രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരത്തിന് ഇമാമായി നേതൃത്വം കൊടുക്കുന്ന സമയത്താണ് മദീന പള്ളിയുടെ മിഹ്റാബിൽ അടിവയറിന് കുത്തുകൊണ്ട് കൊടൽമാല ചോർന്ന് ചാടിയിട്ട് ലോകത്തോട് വിട പറയുന്നത്. ആരെങ്കിലും ദുഃഖം ആചരിച്ചിട്ടുണ്ടോ? ഇസ്ലാമിലെ 3ാമത്തെ പൗരൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 കുട്ടികളുടെ ഭർത്താവ്, അള്ളാഹുവിൻ്റെ റസൂൽ വലത്തെ കൈ ഇങ്ങനെ ഒന്നിച്ചിട്ട് പറഞ്ഞു, ഹാദിഹി യദു ഉസ്മാൻ.
ഹുദൈബിയ സന്ധിയിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടു എന്ന കിംവദന്തി പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, എൻ്റെ ഉസ്മാനെ കൊന്നവർക്ക് എതിരിൽ ഞാൻ പ്രതികാരം ചോദിക്കും. യുദ്ധത്തിന് പോയതല്ല, മക്കയിലേക്ക് യുദ്ധത്തിന് പോയതല്ല, യുദ്ധം വേണ്ട എന്ന് പറഞ്ഞു പോയതാ. അങ്ങനത്തെ പ്രവാചകൻ പറഞ്ഞു, എൻ്റെ ഉസ്മാനെ കൊന്നിട്ടുണ്ട് എന്ന കിംവദന്തി പ്രചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് മരണം കൊണ്ടുള്ള ബൈഅത്ത് തരണം. 1400 സൈന്യങ്ങളുണ്ട് കൂടെ. അവരോട് പറഞ്ഞു, ആ മരത്തിൻ്റെ ചോട്ടിലേക്ക് വരി, ആ തണലുള്ള സ്ഥലത്തേക്ക് എല്ലാവരും വന്ന് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഉസ്മാൻ്റെ ഘാതകർക്കെതിരിൽ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും വന്നു, റസൂലുള്ളാഹിക്ക് കൈ കൊടുത്തു. നബിയെ, യുദ്ധം നിങ്ങൾ യുദ്ധത്തിനാണെങ്കിൽ ഞങ്ങൾ യുദ്ധത്തിന്. അവരെക്കുറിച്ച് അള്ളാൻ്റെ റസൂൽ പറഞ്ഞു, ലാ യദ്ഖുലുൻ നാറ മൻ ശഹിദ ബദറൻ വൽ ഹുദൈബിയ. ബദറിൽ പങ്കെടുത്തവരും ഹുദൈബിയയിൽ പങ്കെടുത്തവരും സ്വർഗത്തിൻ്റെ അവകാശികളാണ്, നരകത്തിൽ കടക്കൂല. നമ്മൾ വിചാരിക്കും ഈ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട് 10 ആൾക്കാരെ, 10 അല്ല, 10, 100, 1000, 10,000 അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബികൾ മുഴുവനും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരാണ്. പക്ഷെ 10 പേർക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇവരെക്കുറിച്ച് പറഞ്ഞു, ഹുദൈബിയ സന്ധിയിൽ എനിക്ക് കരാറ് തന്നവർ ഒരാളും നരകത്ത് കടക്കൂല. ആ സന്ധിയിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അവിടെ ഇല്ല. നിങ്ങൾക്കറിയാം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മക്കയിലേക്ക് പോയതാണ്. മക്ക പട്ടണത്തിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തു. കൊല ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ കൊല ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് മറ്റൊരു വിഷയം. അപ്പം എല്ലാവരും വന്ന് ബൈഅത്ത് ചെയ്തപ്പോൾ 1400-ൽപ്പെട്ട ഒരു മെമ്പർ ഇവിടെ ഇല്ല. ആ മെമ്പർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ കൈ പൊന്തിച്ചിട്ട് പറഞ്ഞു, ഹാദിഹി യദ് ഉസ്മാൻ, ഇത് എൻ്റെ ഉസ്മാൻ്റെ കൈയാണ് എന്ന് പറഞ്ഞ് സ്വന്തം കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഉസ്മാൻ ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്ത റിദ്വാനിയാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല ഉസ്മാൻ, എന്നാൽ ബദരീങ്ങളെ കൂട്ടത്തിൽപ്പെട്ടയാളാണ് ഉസ്മാൻ. എന്തുകൊണ്ടാണ് പങ്കെടുക്കാഞ്ഞത്? അള്ളാഹിൻ്റെ റസൂലിൻ്റെ മകളായ റുഖയ്യ ബീവിയുടെ രോഗം, ഉസ്മാൻ്റെ ഭാര്യയാണ് റുഖയ്യ. റുഖയ്യ ബീവിക്ക് രോഗം വന്നപ്പോൾ, നിങ്ങൾ എൻ്റെ മോളെ നോക്കിയിട്ട് അവിടെ നിന്നാൽ മതി, യുദ്ധത്തിന് വരണ്ട എന്ന് പറഞ്ഞു. എന്നാലും യുദ്ധം കഴിഞ്ഞു വന്നപ്പോൾ യുദ്ധം മുതൽ വിഹിതം ചെയ്തു കൊടുത്തപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഒരു ഓരി കൊടുത്തു. ബദരീങ്ങളെ കൂട്ടത്തിലാണ് നിങ്ങൾ, അവർക്കുള്ള കൂലി നിങ്ങൾക്കുമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ബദറിൽ പങ്കെടുക്കാത്ത ബദരീങ്ങളാണ് ഉസ്മാൻ. ഹുദൈബിയ സന്ധിയിൽ പങ്കെടുക്കാത്ത റിദ്വാനിയാണ് ഉസ്മാൻ. അങ്ങനെയുള്ള ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ച് ഞാൻ വേറൊരു സംഗതി കൂടി പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് നിങ്ങളിത് ഓർമ്മിച്ചു വെക്കണം. അങ്ങനെയുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനയിലെ ഇസ്ലാമിക ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രത്തിൽ വീട്ടിൽ തടങ്കലിലാക്കപ്പെടുകയും അവിടെ വെച്ച് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുകയും ചെയ്തു. ഏതെങ്കിലും ഒരു സുന്നി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ദുഃഖാചരണം ഇക്കാലം വരെ നടത്തിയിട്ടുണ്ടോ? ഇല്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മുഹമ്മദുൻ നബിയ്യു അഖീ വസ്സിഹ്രി വഹംസതു സയ്യിദുശ് ശുഹദാഇ അമ്മി വജഅഫറുൻ അല്ലദീ യുളഹി വയുംസി യതീറു മഅൽ മലായികതി ഇബ്നു ഉമ്മി വബിന്തു മുഹമ്മദിൻ സകനി വസൗജി മനൂത്തുൻ ലഹ്മുഹാ ബിദമി വലഹ്മി വസിബ്ത അഹ്മദിൻ വലദായ മിൻഹാ ഫമൻ മിൻകും ലഹു സഹ്മുൻ കസഹ്മി. മുഹമ്മദ് എൻ്റെ സഹോദരനും എൻ്റെ ഭാര്യയുടെ പിതാവുമാണ്. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് എൻ്റെ മൂത്താപ്പയാണ്. ജാഫർ ഇബ്നു അബീ ത്വാലിബ് മുഅ്തത്തിൻ്റെ രണാങ്കണത്തിൽ പൊരുതി ഷഹീദായ, രാവിലെയും വൈകുന്നേരവും മലക്കുകളുടെ കൂടെ ചിറകിട്ടടിച്ച് സ്വർഗത്തിൽ പാറിക്കളിക്കുന്ന ജാഫർ എൻ്റെ ഉമ്മൻ്റെ മകനാണ്. ഫാത്തിമ, മുഹമ്മദ് നബിയുടെ മകൾ ഫാത്തിമയുടെ ശരീരം എൻ്റെ ശരീരവുമായി ചേർന്നതാണ്. മുഹമ്മദ് നബിയുടെ 2 പൗത്രന്മാർ എനിക്കുണ്ടായ കുട്ടികളാണ്. നിങ്ങൾക്കാർക്കുണ്ട് എന്നെപ്പോലെ ഒരു അഡ്രസ്സ് പറയാൻ എന്ന് പറഞ്ഞിട്ടുള്ള അലി ഇബ്നു അബീ ത്വാലിബ് ഈ സമുദായത്തിലെ 4ാമത്തെ പൗരൻ കൊല ചെയ്യപ്പെട്ടതാണ്. നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടതാണ്. ഏതെങ്കിലും ഒരു സുന്നി ഇക്കാലം വരെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ദുഃഖാചരണം നടത്തിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇവരുടെയൊക്കെ ഗ്രേഡിൻ്റെ താഴെ വരുന്ന അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു നമ്മൾ സ്നേഹിക്കുന്നു. അവരോടുള്ള സ്നേഹം സ്വർഗം പ്രവേശനത്തിനുള്ള കാരണമായിട്ട് നമ്മൾ കാണുന്നു. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് പോകുമ്പോൾ, മദീനക്കാരനായ ഹുസൈൻ തങ്ങൾ കൂഫയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരൻ ഹസൻ പറഞ്ഞിട്ടുണ്ട്, കാക്ക അല്ലെങ്കിൽ അനിയ നിങ്ങൾ അങ്ങോട്ട് പോവണ്ട. അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രിയപ്പെട്ട ഹുസൈനാർ നിങ്ങൾ അങ്ങോട്ട് പോകണ്ട.
കൂഫയിൽ നിന്ന് നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് കത്തുകളുടെ പ്രവാഹമാണ്. നിങ്ങൾ വരി ഞങ്ങളുടെ നാട്ടിൽ വന്നാൽ ഇപ്പോഴത്തെ ഭരണകൂടം അട്ടിമറിച്ചുകൊണ്ട് പുതിയ ഭരണം സ്ഥാപിക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് സർവ്വ പിന്തുണയും തരുമെന്ന് പറഞ്ഞ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ മോഹിപ്പിക്കുകയും കബളിപ്പിക്കുകയും ചെയ്തു. ഗതിയില്ലാതെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിൽ ചെന്നു നോക്കുമ്പോൾ ഈ ഷിയാക്കൾ ആരും തന്നെ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല. അദ്ദേഹം അവിടെ ഒറ്റപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. നമുക്ക് വേദനയുണ്ട്. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകത്തിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബികളെ ചീത്ത പറയുന്നവരുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രമുഖരായ സഹാബികളെ ചീത്ത പറയുന്നവരുണ്ട്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരെ ചീത്ത പറയുന്നവരുണ്ട്. പാടില്ല. വിവരമില്ലാതെ വൈകാരികതയുടെ പേരിൽ ആരെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്ത് മടങ്ങണം. അതാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ നിന്നിങ്ങോട്ട് തുടങ്ങും. ചിലപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ് അവരെയൊക്കെ കയറൂരി വിട്ടത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ് ഇന്നയാളെ അധികാരത്തിൽ പ്രതിഷ്ഠിച്ചത് എന്നൊക്കെ പറഞ്ഞ് ചർച്ച ഇങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് മുആവിയത്ത് ഇബ്നു അബീ സുഫിയാനിലേക്ക് വരും. മുആവിയയുടെ മകൻ യസീദിനെ കുറിച്ച് പറയും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ സംസാരം എവിടേക്കാണ് എത്തുക? ഞാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു. ഇനിയും പറയാൻ ധാരാളം അവശേഷിക്കുന്നു. പറഞ്ഞാൽ കഴിയില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 9-ാമത്തെ വർഷം ഹെർക്കുലീസ് ചക്രവർത്തി, ഹിറക്കിൽ ചക്രവർത്തി റോമിൽ നിന്ന് ഒരു സൈന്യത്തെ മദീനയിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട് എന്ന വിവരം കിട്ടിയപ്പോൾ കൊടും ചൂടാണ്. നിങ്ങൾക്കറിയാലോ അവിടുത്തെ ചൂട്. അത്യുഷ്ണ സമയത്ത് ഹിജ്റ 9-ാമത്തെ വർഷം ഇങ്ങനെ ഒരു വിവരം കിട്ടിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സഹാബികളെ വിളിച്ച് ചോദിക്കുന്നു, മൻ യുജഹിസു ഹൗലായി യഗ്ഫിറുല്ലാഹു ലഹു. ഈ സൈന്യത്തെ റോമിലേക്ക്, തബൂക്കിലേക്ക് പറഞ്ഞേക്കണം. ഈ പൊള്ളുന്ന വെയിലത്ത് മുകളിൽ സൂര്യനാണ്, താഴെ മണലാണ്, ഒന്നുമില്ല, യാത്ര ചെയ്യാൻ വാഹനങ്ങളില്ല, ഭക്ഷണമില്ല, വസ്ത്രമില്ല, ആയുധങ്ങളില്ല. ഇവരെ ഒരുക്കി പറഞ്ഞയക്കുന്നവർക്ക് സ്വർഗമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ എല്ലാവരോടും പിരിവ് ആവശ്യപ്പെട്ടു. എല്ലാവരും അവനവനെ കൊണ്ട് കഴിയുന്നത് കൊടുത്തു. അവസാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കൊടുക്കുന്നത് 940 ഒട്ടകങ്ങളാണ്. 1000 പൂർത്തിയാക്കാൻ വേണ്ടി 60 കുതിരകളും 1000 വാഹനങ്ങൾ. നിങ്ങൾക്കറിയുമല്ലോ, ഒട്ടകം എന്ന് പറയുന്നത് അറബികളുടെ സാമ്പത്തിക ശാസ്ത്രം അതിൻ്റെ ന്യൂക്ലിയസ് ആണ് ഒട്ടകം. ഒരു മനുഷ്യനെ കൊന്നാൽ 100 ഒട്ടകം എന്നാണ് ദിയത്ത് പറയുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹിൻ്റെ തലയെടുക്കാൻ വേണ്ടി ഖുറൈശികൾ ഹിജ്റ യാത്രയുടെ ദിവസം, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടില്ല സമയം കിട്ടാത്തത് കൊണ്ട്, സുറാഖത്ത് ഇബ്നു മാലിക്കിനെ പറഞ്ഞയച്ചു. മുഹമ്മദിൻ്റെ തലയെടുത്ത് വന്നാൽ നിനക്ക് 100 ഒട്ടകം. ഒരു മനുഷ്യൻ്റെ വില 100 ഒട്ടകമാണ് ജാഹിലിയ കാലത്ത്. അങ്ങനെയുള്ള ഒട്ടകം എന്ന് പറയുന്നത് അറബികളുടെ ഡോളറാണ്, അറബികളുടെ യൂറോ ആണ്. ആ ഒട്ടകം 940 ഒട്ടകങ്ങളും 60 കുതിരകളും കൊടുത്തു തബൂക്കിലേക്ക് പോകാൻ വേണ്ടി. ആ ഒട്ടകത്തിൻ്റെ കൂടെയുള്ള സ്റ്റാരിങ് കൊടുത്തു, ഗീർ കൊടുത്തു, ബ്രേക്ക് കൊടുത്തു, ബില്ല് കൊടുത്തു, എല്ലാം കൊടുത്തു. ശേഷം 1000 ദിനാർ കൊണ്ടുവന്ന് അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ വെച്ച് കൊടുത്തു. 1000 ദിനാർ സ്വർണ്ണക്കട്ടികൾ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കോടീശ്വരനാണ്. അദ്ദേഹം മുമ്പിൽ വെച്ച് കൊടുത്തപ്പോൾ ആ സ്വർണത്തിൻ്റെ കൂമ്പാരത്തിൽ കൈയിട്ട് മറച്ചുകൊണ്ട് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ഈ ദിവസത്തിൻ്റെ ശേഷം ഉസ്മാൻ ഇനി എന്ത് ചെയ്താലും അള്ളാഹു ഉസ്മാനെ ചോദ്യം ചെയ്യുകയില്ല, ഉസ്മാനെ അത് ബാധിക്കുകയില്ല. ഇമാം തുർമുദി സ്വഹീഹായ ഹദീസായി ഉദ്ധരിക്കുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ത് ചെയ്താലും ഇനി അള്ളാഹ് ചോദിക്കൂല എന്നുള്ള ലൈസൻസ് മുഹമ്മദ് റസൂലുള്ളാഹി കൊടുക്കുന്നത്. അതുകൊണ്ട് ഉസ്മാനെ എല്ലാം ചെയ്യാമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നിട്ട് തബൂക്ക് യുദ്ധത്തിന് വേണ്ടി സഹാബികൾ പോയി. പക്ഷേ മുഹമ്മദ് നബിയുടെ സൈന്യം വരുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ കൈസർ ചക്രവർത്തി പേടിച്ചു വരണ്ട് മടങ്ങിയോടിയപ്പോൾ മുസ്ലിമീങ്ങൾ തിരിച്ചു പോന്നു. യുദ്ധം നടന്നിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ 1000 മൃഗങ്ങളെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചോ? നബിയെ, യുദ്ധം നടന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാനാ തന്നത് ഇങ്ങോട്ടെന്നെ തന്നൂടെ? ഒന്നും തിരിച്ചു ചോദിച്ചിട്ടില്ല. 1000 ദിനാർ ഞാൻ ഇസ്ലാമിൻ്റെ ഫണ്ടിലേക്ക് തന്നത് ആവശ്യം കഴിഞ്ഞില്ലേ നബിയെ, തിരിച്ചു തന്നൂടെ? ചോദിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാനെയാണോ സംശയത്തിൻ്റെ നിഴലിൽ കൊണ്ടുവരുന്നത്?
ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടു പോയതിൻ്റെ കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബികളാണോ? മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ, നിങ്ങൾക്കറിയുമോ? ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഉമ്മു ഹറാം ബിൻതു മൽഹാൻ എന്ന് പറയുന്ന റസൂലുള്ളാന്റെ അമ്മായികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പെണ്ണാണ്. റസൂലുള്ളാന്റെ ഉമ്മാന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണാണ്, മദീനക്കാരിയാണ്. ഉമ്മു ഹറാമിൻ്റെ വീട്ടിൽ ഒരു ദിവസം റസൂലുള്ള കിടന്നുറങ്ങുന്നു. റസൂലുള്ളാന്റെ തലയില്ല, പെണ്ണ് ഇങ്ങനെ പേന നോക്കുന്നത് പോലെ തലയിലെ മുടിയൊക്കെ ഇങ്ങനെ ചീകി കൊടുക്കുന്നുണ്ട്. റസൂലുള്ള ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഒരു ചിരിയാണ്, ഭയങ്കര ചിരി. അപ്പോൾ ഉമ്മു ഹറാം ചോദിച്ചു, മാ അൽഹക്ക യാ റസൂലല്ലാഹ്, നബി അങ്ങ് എന്തിനാണ് ചിരിക്കുന്നത്? അപ്പോൾ റസൂലുള്ള പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റഅയ്തു ജൈശം മിൻ ഉമ്മത്തി യഗ്സൂന സബജ ഹാദൽ ബഹരി, ഞാൻ എൻ്റെ സമുദായത്തിലെ ഒരു വിഭാഗം ആളുകളെ ഈ കടലിൽ കടന്നുകൊണ്ട് യാത്ര ചെയ്ത് യുദ്ധം ചെയ്യുന്നതായിട്ട് കണ്ടു. മുലൂക്കൻ അലൽ അസിറത്തി, വാഹനപ്പുറത്ത് കയറി രാജാക്കന്മാരെ പോലെ യുദ്ധം ചെയ്യുന്നത് കണ്ടു. കടലിൻ്റെ നടുവിൽ കയറിയിട്ട്, കടലിൽ യുദ്ധം ചെയ്തിട്ടില്ല അള്ളാഹുവിൻ്റെ റസൂൽ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബികളിൽ ആദ്യകാലത്തുള്ളവരാരും കടലിൽ യുദ്ധത്തിന് പോയിട്ടില്ല. എന്നാൽ റസൂലുള്ള സ്വപ്നത്തിൽ കാണാം. റസൂലുള്ളാഹിന്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ വഹിയാണ്. ഇതിങ്ങോട്ട് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ ചോദിച്ചു, വഹൽ അന മിൻഹും യാ റസൂലല്ലാഹ്, നബിയെ ഞാൻ ആ കൂട്ടത്തിലുണ്ടാകുമോ? അപ്പോൾ റസൂലുള്ള പറഞ്ഞു, നാം വ അൻതി മിൻഹും. അതും പറഞ്ഞ് റസൂലുള്ള രണ്ടാമത് വീണ്ടും ഉറങ്ങി രണ്ടാമത് വീണ്ടും എഴുന്നേറ്റു. നല്ല ചിരിയാണ്, സന്തോഷം കൊണ്ട് ചിരിച്ചു. അപ്പോൾ വീണ്ടും ചോദിച്ചു, എന്താണ് നബിയെ ചിരിക്കുന്നത്? അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഇതേ സംഭവം ഞാൻ ഉറക്കത്തിൽ കണ്ടു. എൻ്റെ സഹാബികളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ രാജാക്കന്മാരെ പോലെ വാഹനപ്പുറത്ത് കയറി ഈ കടലിൻ്റെ നടുവിലൂടെ യുദ്ധം ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഈ പെണ്ണ് ചോദിച്ചു, ഞാൻ അതിലുണ്ടോ? റസൂലുള്ള പറഞ്ഞു, അൻതി മിനൽ അവ്വലീൻ, അതിൽ ആദ്യത്തെ ഗ്രൂപ്പിൽ നിങ്ങളുണ്ട് എന്ന് പറഞ്ഞു. വേറൊരു റിപ്പോർട്ടിൽ കാണാം, ഇതൊക്കെ ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ്. വേറൊരു റിപ്പോർട്ടിൽ കാണാം, ഇന്ന അവ്വല ജൈശിൻ മിൻ ഉമ്മത്തി യഗ്സൂനൽ ബഹറ ഖദ് ഔജബൂ, കടലിൽ കയറി യുദ്ധം ചെയ്യുന്ന എൻ്റെ സമുദായത്തിലെ ആദ്യത്തെ സൈനിക വിഭാഗത്തിന് സ്വർഗം നിർബന്ധമാണ്. ഈ ഹദീസിൻ്റെ റിപ്പോർട്ടിൽ ഇമാം ബുഖാരിയുടെ ഹദീസിൽ കാണാം, മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ആണ് ഈ യുദ്ധം നടക്കുന്നത്. അതിൻ്റെ പടത്തലവൻ മുആവിയയാണ്. ആ സൈന്യത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് ഉണ്ട്. ആ സൈന്യത്തിൽ അബൂ അയ്യൂബുൽ അൻസാരി ഉണ്ട്. റസൂലുള്ള മദീനയിൽ ഹിജ്റ വന്നപ്പോൾ താമസിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത വീട് അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീടാണ്. ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ്റെ കഥ കഴിഞ്ഞ ആഴ്ച വിശദമായി പറഞ്ഞിട്ടില്ല. അബൂ അയ്യൂബുൽ അൻസാരി അവിടെയാണ് മരണപ്പെടുന്നത്. എവിടെ? റോമിൽ. ഇതേ ഹദീസിൽ കാണാം, ഇന്ന അവ്വല ഉമ്മത്തി യഗ്സൂന മദീനത ഖൈസർ മഗ്ഫൂറുൻ ലഹും, എൻ്റെ സമുദായത്തിൽ സീസർ ചക്രവർത്തിയുടെ പട്ടണം കീഴടക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. ഏതാണ് ആ പട്ടണം? ആ പട്ടണമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഇന്ന് നമ്മൾ പറയുന്ന ഇസ്താംബൂൾ. കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്ന എൻ്റെ സമുദായത്തിലെ ആദ്യത്തെ സൈനിക വിഭാഗത്തിന് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. ആരുടെ കാലത്താണ് നടക്കുന്നത്? മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത്. അതുകൊണ്ട് ഹാഫിദ് ഇബ്നു ഹജറിനിൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ വിശുദ്ധ സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു, ഈ ഹദീസിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ യസീദിൻ്റെയും പ്രത്യേകതയുടെ മേൽ അറിയിക്കുന്നുണ്ട്. എനിക്ക് യസീദിനെ പറ്റിയൊന്നും കൂടുതൽ പറയണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ആ യുദ്ധത്തിൽ പങ്കെടുത്തയാളാണ് യസീദ്. ബാക്കി നിങ്ങളും നിങ്ങളുടെ മനസ്സുമായിട്ട് ഞാൻ വിട്ടുതരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത് യസീദാണ് എന്ന ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക സാമ്രാജ്യത്തിൽ ആദ്യമായി കടലിൽ കപ്പലിറക്കിയത് മുആവിയയാണ്. അദ്ദേഹത്തിൻ്റെ കപ്പലിലാണ് റോമൻ സാമ്രാജ്യത്തെ തകർക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സൈനിക ഓപ്പറേഷൻ നടത്തുന്നത്. അങ്ങനെയുള്ള സഹാബികളെ പറ്റിയാണോ നമ്മൾ എന്തെങ്കിലും പറയുന്നത്? പറയാൻ പാടില്ല. ഭരണത്തിൽ സംഭവിച്ച പാളിച്ചകൾ എന്ന് പറയും ചിലപ്പോൾ ഉണ്ടാകാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അവരാരും മലക്കുകളല്ല, അവരാരും ഒരു തെറ്റും ചെയ്യാത്തവരല്ല. എന്നാൽ ഭരണത്തിൽ സംഭവിക്കുന്ന പാളിച്ചകളെക്കുറിച്ച് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ, ഞാൻ ചുരുക്കുകയാണ്, ഈ കാമത്തിന് സമയം നിർത്തണല്ലോ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുമ്പോൾ അടുത്ത ഭരണാധികാരി ആരാവണം ഒരു തീരുമാനവും വ്യക്തമായി പറഞ്ഞിട്ടില്ല.
എന്നാൽ വ്യക്തമായ സൂചന കൊടുത്തിട്ടുണ്ട്. എന്താണ് വ്യക്തമായ സൂചന? 10 ദിവസത്തോളം രോഗിയായി വീട്ടിൽ കിടക്കുമ്പോൾ പള്ളിയിലേക്ക് വരാൻ വയ്യ, എഴുന്നേറ്റാൽ വീണുപോകും. 10 ദിവസം, ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു, നബിയെ അസ്വലാ യാ റസൂലല്ലാഹ് അസ്വലാ, നിസ്കാരത്തിന് സമയമായി. ഇശാ നിസ്കരിക്കാതെ സുബഹിയോട് അടുത്ത സമയം സഹാബികൾ പള്ളിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറക്കം തൂങ്ങാണ്. പലരും വിളിക്കുന്നു നബിയെ വിളിച്ചിട്ട്, നബിയ അസ്വലാ നാമത്തി സിബിയാൻ വനാമൻ നിസാ, കുട്ടികളും പെണ്ണുങ്ങളും ഒക്കെ ഉറങ്ങിപ്പോയി നബിയെ, നിസ്കരിക്കണ്ടേ. അവസാന റസൂലുള്ള പതുക്കെ എഴുന്നേറ്റ് ഇരുന്നിട്ട് ആയിഷ ബീവിയോട് പറഞ്ഞു, മുറു അബാബക്കരീൻ ഫല്യുസല്ലി ബിന്നാസ്, ഇനി എന്നെ കാത്തിരിക്കണ്ട, എനിക്ക് പള്ളിയിലേക്ക് വരാൻ കഴിയില്ല. അബൂബക്കറിനെ വിളിച്ചിട്ട് പറയൂ അദ്ദേഹം ഇമാമായിട്ട് നിസ്കരിക്കട്ടെ. നിസ്കരിച്ചു. ചുരുക്കി പറയാണ്. ഇങ്ങനെ 2, 3, 4, 10ഓളം ദിവസങ്ങളിൽ എത്ര നിസ്കാരം ഉണ്ടാവും? ഒരു ദിവസം 5 നിസ്കാരം. ഈ നിസ്കാരത്തിൽ മുഴുവനും ഇമാമായിട്ട് നിൽക്കാൻ അബൂബക്കർ സിദ്ദീഖിനെയാണ് ഏൽപ്പിക്കുന്നത്. ഉമർ ഇബ്നു ഖത്താബ് അവിടെ ഇല്ലാത്തതുകൊണ്ടല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കച്ചവടത്തിന് പോയതുകൊണ്ടല്ല, അലി ഇബ്നു അബി ത്വാലിബ് മക്കത്തേക്ക് പോയതുകൊണ്ടല്ല, സീനിയർ മെമ്പർമാർ അവിടെ ഉണ്ട്. അബൂബക്കറിനെ തന്നെ നിർത്തണം. ഇടയ്ക്ക് ഒരു നിസ്കാരത്തിൽ അബൂബക്കർ സിദ്ദീഖ് അവിടെ ഇല്ല. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബിനെ ബാക്കിൽ നിന്ന് ഒരാൾ പുഷ് ചെയ്തു, ഇവിടെ അബൂബക്കർ ഇല്ല, നിങ്ങൾ കയറിക്കോളി എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് കയറി. അതൊരു ആഗ്രഹം കൂടിയാണല്ലോ. ഉമർ ഇബ്നു ഖത്താബ് കയറിയിട്ട് കൈകെട്ടി ഫാത്തിഹ തുടങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ കേട്ടു. ഉമർ ഇബ്നു ഖത്താബിൻ്റെ ശബ്ദം കുറച്ച് പരുക്കൻ ശബ്ദമാണ്, ഉച്ചത്തിൽ സംസാരിക്കുന്ന ശബ്ദമാണ്. റസൂലുള്ള കേട്ട് ദേഷ്യം പിടിച്ചു. എഴുന്നേൽക്കാൻ കഴിയാത്ത പ്രവാചകൻ വാതിലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയിട്ട് പറഞ്ഞു, യഅ്ബല്ലാഹു വൽ മുസ്ലിമൂന ഇല്ല അബൂബക്കറിൻ, ആയിട്ടില്ല, സമയമായിട്ടില്ല, നിങ്ങളുടെ സമയമാകുമ്പോൾ നിങ്ങൾ വന്നാൽ മതി. അബൂബക്കറിനെ അള്ളാഹുവും അള്ളാഹുവിൻ്റെ പ്രവാചകനും മുസ്ലിമീങ്ങളും അബൂബക്കറിനെ അല്ലാതെ രണ്ടാമത്തെ ഒരാളെ സ്വീകരിക്കുകയില്ല. എന്നാൽ ഈ നിസ്കാരം കഴിഞ്ഞോട്ടെ എന്ന് വെച്ചൂടെ? ഏതായാലും കയ്യെട്ടില്ല, പോരാ, ബേക്കോട്ട് നിൽക്കണം. നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബിനെ പിറകോട്ടേക്ക് കൊണ്ടുവന്നു. ബേക്കിലുണ്ടായിരുന്ന, പിന്നാമ്പുറത്തുണ്ടായിരുന്ന അബൂബക്കറിന് മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് മിഹ്റാബിൽ നിർത്തിയിട്ടാണ് ആ നിസ്കാരം പോലും പൂർത്തിയാക്കിയത്. ചിന്തിക്കുന്നവർക്ക് ഇത് മതി. മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ശേഷമുള്ള ഭരണാധികാരി അബൂബക്കർ സിദ്ദീഖാണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? റസൂലുള്ളാഹിക്ക് അറിയാം, എൻ്റെ സഹാബികളൊന്നും തട്ടിപ്പ് ചെയ്യുന്നവരല്ല, എൻ്റെ താല്പര്യം അവർക്ക് അറിയാം, അവർ അധികാരമോഹികളല്ല, അവർ ശുദ്ധ മനസ്കരാണ്. അവർ ആരെയാണോ തിരഞ്ഞെടുക്കേണ്ടത് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കും. അത് റസൂലുള്ളാഹിക്ക് അറിയാം. പിന്നെ എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്, ഞാൻ ഒരാളെയും വെറുപ്പിക്കണ്ടല്ലോ. എൻ്റെ കുട്ടികളുണ്ട്, എൻ്റെ പേരക്കുട്ടികളുണ്ട്, എൻ്റെ കുടുംബക്കാരുണ്ട്, എന്നെ സഹായിച്ച അൻസാരികളുണ്ട്. ഞാനിപ്പോൾ ഒരാളെയായിട്ട് പേര് നിർദ്ദേശിച്ച ഒരു വിഷമം വേണ്ട. റസൂലുള്ളാഹിൻ്റെ ആ ഒരു ഹൃദയം റസൂലുള്ള ഉദ്ദേശിച്ചതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ വഫാത്തിൻ്റെ ശേഷം അബൂബക്കർ സിദ്ദീഖ് വന്നു. ഞാൻ ചുരുക്കാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ അടുത്ത ഭരണാധികാരിയെ നിശ്ചയിച്ചു. എങ്ങനെ നിശ്ചയിച്ചത്? ഒരു കടലാസ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ പേരെഴുതിയിട്ട് അത് മടക്കി ഒട്ടിച്ചു. എന്നിട്ട് സഹാബികളിൽ പ്രമുഖരായ ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കയ്യിൽ ഒരു ലെറ്റർ തരുന്നുണ്ട്. ഈ ലെറ്ററിൻ്റെ ഉള്ളിൽ അടുത്ത ഭരണാധികാരിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ വെളിപ്പെടുത്താൻ പാടില്ല. ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ മദീന പള്ളിയുടെ ഉള്ളിൽ എല്ലാവരുടെയും മുമ്പിൽ നിന്നിട്ട് ഈ കടലാസിലുള്ളയാളെ ഞങ്ങൾ ബൈഅത്ത് ചെയ്തുവെന്ന് ആദ്യം അവരോട് അംഗീകരിപ്പിക്കണം, എന്നിട്ട് കടലാസ് പൊളിക്കണം. ഓക്കെ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിടവാങ്ങി. കടലാസ് തുറന്നു നോക്കി, ഉമർ ഇബ്നുൽ ഖത്താബ്. എല്ലാവരും ബൈഅത്ത് ചെയ്തു. ചില ആൾക്കാർക്കൊക്കെ വിഷമായി, ഗൗരവപ്രകൃതക്കാരനായ ഉമറിനെയാണോ അബൂബക്കർ ആക്കിപ്പോയത് എന്ന് വരെ ചിലർ ചിന്തിച്ചു. പക്ഷേ ഇനി ഒന്നും പറയാൻ കഴിയില്ലല്ലോ. പിന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തി. അദ്ദേഹം കൊല ചെയ്യപ്പെടുന്ന സമയത്ത് മരണത്തിൻ്റെ തൊട്ട് മുന്നേ മരിക്കാൻ വേണ്ടി കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടൽമാലകളൊക്കെ ചോർന്ന് രക്തം ചാലിട്ടൊഴുകുന്ന സമയം വായിലൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 2 ഞരമ്പ് പൊട്ടിയിട്ട് പുറത്തേക്ക് പോവാണ്, ജീവിക്കൂല എന്ന് എല്ലാവരും സാക്ഷ്യപ്പെടുത്തിയ സമയം. 2 കാര്യമാണ് ഉമർ ഇബ്നു ഖത്താബ്, 3 കാര്യം ആ സമയത്ത്. ഒന്ന്, നിസ്കരിച്ചു കൊണ്ടിരുന്ന നിസ്കാരം പൂർത്തിയാക്കിയോ? ആദ്യത്തെ ചോദ്യം. രണ്ടാമത്, എനിക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് കിടക്കാൻ ഭാഗ്യം കിട്ടുമോ? ആയിഷ ബീബിയോട് ചോദിക്കണം, അവിടെ ഒരു ഖബറിനുള്ള ഗ്യാപ്പുണ്ട്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഈ സമുദായത്തിൻ്റെ കാര്യമാണ്. അടുത്ത ഭരണാധികാരി ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി അടുത്ത ഭരണാധികാരിയെ പ്രഖ്യാപിച്ചിട്ടില്ല.
ശേഷക്കാരനായ എൻ്റെ മുൻഗാമി അബൂബക്കർ സിദ്ദീഖ് അടുത്ത ഭരണാധികാരിയായ എന്നെ പ്രഖ്യാപിച്ചു. രണ്ടും സുന്നത്ത, ഒന്ന് പ്രവാചകൻ്റെ സുന്നത്ത്, മറ്റത് അബൂബക്കറിൻ്റെ സുന്നത്ത്. ഞാനിപ്പോൾ എന്താ എടുക്കേണ്ടത്? ഉമറിൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യാണ്. മരിക്കുക എന്ന് പറഞ്ഞിട്ടില്ല, അവരുടെ എപ്പോഴും അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഉമർ ഇബ്നു ഖത്താബിൻ്റെ ബ്രെയിനിൽ അള്ളാഹു നൽകിയിട്ടുള്ള ഇജ്തിഹാദ്, നിങ്ങൾ രണ്ട് സുന്നത്ത് കൊടുക്കണം. മുഹമ്മദ് നബിയുടെ സുന്നത്തും എടുക്കണം, അബൂബക്കർ സിദ്ദീഖിൻ്റെ സുന്നത്തും എടുക്കണം. എന്താ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രത്യേക വ്യക്തിയെ പ്രത്യേകിച്ച് പറയണ്ട, ഓക്കെ. അബൂബക്കർ സിദ്ദീഖിൻ്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത ഭരണാധികാരിയെ തിരഞ്ഞെടുക്കണം. റസൂലുള്ള അടുത്ത ഭരണാധികാരിയെ തിരഞ്ഞെടുത്തിട്ടില്ല, അബൂബക്കർ സിദ്ദീഖ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സുന്നത്തും പരസ്പരം എതിരാകാതെ രണ്ടും ഒരുമിച്ച് കൂട്ടിയെടുക്കാനുള്ള മഹാഭാഗ്യം ചെയ്തയാളാണ് ഉമർ ഇബ്നു ഖത്താബ്. അതെങ്ങനെ? അത് 6 പേരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. 6 പേരെ ഉൾപ്പെടുത്താനുള്ള കാരണം, ഒരു തർജീഹിന് ഒരു വജ്ഹ് വേണം. നമ്മൾ അറബി പറയുമ്പോൾ ഇങ്ങനെ ഒരു നിലപാടെടുക്കാനൊരു ന്യായീകരണം വേണമല്ലോ. എന്തെങ്കിലും പറയുമ്പോൾ ന്യായീകരണമുണ്ട്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ എന്ന് പ്രസിദ്ധരായ 10 ആൾക്കാരുണ്ടല്ലോ, ഉണ്ട്. അതിൽ ഒരാൾ അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു, മരണപ്പെട്ടു പോയി. മറ്റൊരാൾ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് ആണ്, അദ്ദേഹം മരണപ്പെട്ടു പോയി. ഉമർ തങ്ങളുടെ കാലത്ത് ഷാമിൽ വെച്ച് മരണപ്പെട്ടു. ഇപ്പം 8 ആയി ചുരുങ്ങി. മൂന്നാമത്തെ ഒരാൾ എൻ്റെ മൂത്താപ്പൻ്റെ മകനായ സഈദ് ഇബ്നു സയ്യിദാണ്, എൻ്റെ കുടുംബക്കാരനെ അധികാരത്തിലേക്ക് കൊണ്ടുവരണ്ട, വെട്ടി ഒഴിവാക്കി. 7 ആയി. ഒരാൾ ഞാനാണ്, ഞാൻ മരിക്കാൻ പോവാണ്, 4 പോയി. ഇനി 6 ആളുണ്ട്. ഈ 6 പേരെ ഉൾപ്പെടുത്തിയിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ്, പിന്നെ സഅദ് ഇബ്നു അബി വഖാസ്, സുബൈർ ഇബ്നുൽ അവ്വാം, ത്വൽഹ, ഇങ്ങനെ 6 പേരെ ഉൾപ്പെടുത്തിയിട്ട് ലിസ്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് ഉമർ ഇബ്നു ഖത്താബ് പറഞ്ഞു, ഈ 6ൽപ്പെട്ട ഒരാളുകളെ നിങ്ങൾ 3 ദിവസത്തെ, എൻ്റെ മരണം കഴിഞ്ഞ് 3 ദിവസത്തിൻ്റെ ഉള്ളിൽ തിരഞ്ഞെടുക്കണം. ആ തിരഞ്ഞെടുക്കുന്ന ആളായിരിക്കും ഭരണാധികാരി. ഉണ്ടോ? ശൂറ ഉണ്ടോ? ശൂറ ഉണ്ട്. എന്നാൽ അധികാര കൈമാറ്റമുണ്ടോ? കൈമാറ്റമുണ്ട്. അധികാര കൈമാറ്റം എന്ന് പറഞ്ഞാൽ അനന്തരെടുക്കലുണ്ടോ? ഉണ്ട്. എന്നാൽ ശൂറ ഉണ്ടോ? ശൂറയുണ്ട്. രണ്ടിനെയും സമന്വയിപ്പിച്ചു. അങ്ങനെ മഹാനവറുകൾ വഫാത്തായി. അവർ യോഗം കൂടി കൂലങ്കഷമായി ചർച്ച ചെയ്തു. എന്താ ചർച്ച എന്ന് പറയുന്നത്? അതൊക്കെ പറയുകയാണെങ്കിൽ നേരെപ്പാട് പിടിക്കും. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫാണ് അതിൻ്റെ കോർഡിനേറ്റർ, അതിൻ്റെ സമവായം പാലിക്കേണ്ടയാൾ. അദ്ദേഹം മദീനയിലുള്ള വീടാന്തരം കയറിയിട്ട് സ്വകാര്യമായിട്ട് അന്വേഷിച്ചു. ഞങ്ങൾ 6 ആൾക്കാരുണ്ട്, ഇതിലിപ്പോൾ കനം തൂങ്ങുന്നത് 2 ആൾക്കാരാണ്, ഉസ്മാനും അലിയും. ബലാബലത്തിൽ നിൽക്കുകയാണ് ഉസ്മാനും അലിയും. ബാക്കിയുള്ള 4 ആൾക്കാർ എക്സിറ്റായി. ഞാൻ എക്സിറ്റായി, ബാക്കിയുള്ള 3 എക്സിറ്റായി. 2 ആൾക്കാർ ഇവിടെയുണ്ട്, ഉസ്മാൻ അലി. മദീനയിലെ വീടാന്തരം കയറിയിട്ട് മദീനക്കാരുടെ മനസ്സ് ആരുടെ കൂടെ നിൽക്കുന്നു എന്ന് അറിയാൻ വേണ്ടി സ്വകാര്യമായിട്ട്, ഒരാളും അതറിയില്ല, ദൗത്യം പൂർത്തിയാക്കി. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അലി റളിയല്ലാഹു അൻഹുവിന് ഒരു മനപ്രയാസവുമില്ല. അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുമ്പോൾ ഒരു ഭരണാധികാരിയെയും പ്രഖ്യാപിച്ചിട്ടില്ല. റസൂലുള്ള വഫാത്തായതുപോലെ വഫാത്തായി. അപ്പം ഞാൻ പറയുന്നത്, ശൂറ വേണം, സംശയമൊന്നുമില്ല. ശൂറ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ കാലത്ത് ശൂറ എന്ന് പറഞ്ഞാൽ മദീനത്തെ പള്ളീൻ്റെ ഉള്ളിൽ തന്നെ, അവിടുത്തെ പാർലമെൻറ്റ് പള്ളിയാണ്. എല്ലാവരെയും ഒറ്റ നോട്ടത്തിൽ കാണാം. എന്താ നിങ്ങളുടെ അഭിപ്രായം? വല്ല വിയോജിപ്പുണ്ടോ? സുഖമായിട്ട് ശൂറ ചെയ്യാൻ കഴിയും. എന്നാൽ അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലത്ത് ശൂറ അത്ര സിമ്പിൾ അല്ല, വികസിച്ചു. എല്ലാവരോടും കാര്യങ്ങൾ ചോദിക്കാൻ പ്രയാസമാണ്. ഉമർ ഇബ്നു ഖത്താബിൻ്റെ കാലത്ത് അതിനേക്കാൾ പ്രയാസപ്പെട്ടു. പിന്നീടാണ് മുആവിയ റളിയല്ലാഹു അൻഹു എന്നെ ചുരുക്കാണ്. മുആവിയ റളിയല്ലാഹു അൻഹു അടുത്ത ഭരണാധികാരിയെ പ്രഖ്യാപിക്കുന്നത് അനന്തരം കൊടുത്തതാണോ? അല്ല, അത് കുപ്രചരണമാണ്. തൻ്റെ മകനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി അനന്തരവനാക്കി കൊണ്ടുവന്നതാണ് എന്ന് തീർത്തും കുപ്രചരണമാണ്. സ്വഹീഹായ റിപ്പോർട്ടുകളിൽ വ്യക്തമായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മദീനക്കാരായ, ഷാമികളായ, മിസ്രികളായ പല രാജ്യത്തുമുള്ള സഹാബി പ്രമുഖരോട് മുആവിയ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ കാലശേഷം ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? പല ആളുകളുടെയും പേര് വന്നിരുന്നു. യസീദ് ഇബ്നു മുആവിയയുടെ പേര് വ്യക്തമായി ഷാമികൾ മുഴുവനും, ഷാം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ വിചാരിച്ചത്? ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ അർദ്ധ പകുതിയാണ്, അർദ്ധഭാഗമാണ്.
അവിടെയുള്ള ഒരാൾക്കും രണ്ടഭിപ്രായമല്ല. ഞാൻ ഒന്നും കൂടി പറയുന്നു, ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ ഗവർണറായിട്ട് 20 കൊല്ലം ഭരണം നടത്തിയ ആളാണ് മുആവിയ. ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ ഗവർണർമാർ കൂഫയിലും ഈജിപ്തിലും ബസറയിലും പല നാട്ടിലും ഗവർണർമാരുണ്ടായിരുന്നു. എല്ലാ ഗവർണർമാരെ പറ്റിയും പരാതി വരും ഉമറിൻ്റെ ദർബാറിലേക്ക്. നിങ്ങളെ എത്രത്തോളം സഅദ് ഇബ്നു അബീ വഖാസ്, നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്ലാമിലെ 3ാമത്തെ മഖസ്തു 7 അയ്യാമിൻ വഅന സുലുസുൽ ഇസ്ലാം, 7 ദിവസം ഞാൻ ഇസ്ലാമിലെ 3ാമത്തെ പൗരനായി 1/3 കഴിഞ്ഞുകൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് സഅദ് ഇബ്നു അബീ വഖാസിനെ കുറിച്ച് വരെ കൂഫക്കാർ പരാതി കൊടുത്തയച്ചു. മൂപ്പര് നിസ്കരിക്കുമ്പോൾ കുറച്ച് നീട്ടുന്നുണ്ട്, അല്ലെങ്കിൽ റേഷൻ അരി വൈകുന്നുണ്ട്, അല്ലെ മണ്ണെണ്ണ 2 ലിറ്ററേ തരുന്നുള്ളൂ, ഇങ്ങനെ പരാതി. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, 20 കൊല്ലക്കാലം ഉമർ ഇബ്നു ഖത്താബിൻ്റെ ഗവർണറായിട്ട് ഡമസ്കസിൽ സിറിയയിൽ ഭരണം നടത്തിയ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാനെ കുറിച്ച് ഒരു പരാതിയുടെ ഒരു കഷ്ണം കടലാസ് പോലും മദീനയിലേക്ക് പോയിട്ടില്ല. എന്താണ്? അത്രയും നീതിമാനായ ഭരണാധികാരിയാണ്. അതുകൊണ്ട് തന്നെ ഉമർ ഇബ്നു ഖത്താബിൻ്റെ ശേഷം അതേ പദവിയിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ മുആവിയയെ പ്രതിഷ്ഠിച്ചു. എന്താ കുഴപ്പം? 20 കൊല്ലം കഴിഞ്ഞ് പിന്നീടുള്ള 20 കൊല്ലം മുസ്ലിം സമുദായത്തിൻ്റെ അമീറുൽ മുഅ്മിനീനാണ് മുആവിയ. മൊത്തം 40 കൊല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അദ്ദേഹം ഉമവി വംശജനാണ്. ഉമവികളെ പറ്റി മോശമാക്കി പറയാറുണ്ട് ചിലർ. ഉമവികൾ ഇസ്ലാമിലേക്ക് വരുന്നത് കുറച്ച് വൈകിട്ടാണ്, ശരിയാണ്. ഉമവികൾ ഇസ്ലാമിലേക്ക് വരുന്നത് തങ്ങന്മാർ വന്നു കഴിഞ്ഞാലാണ്. തങ്ങന്മാരൊക്കെ ആദ്യം വന്നു, അവർക്ക് അതിൻ്റെ പ്രത്യേകതയുണ്ട്. ഉമവികൾ എല്ലാവരും അല്ല. ഉമവി പ്രമുഖനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അദ്ദേഹം നേരത്തെ വന്നിട്ടുണ്ട്. പക്ഷെ പ്രഗത്ഭരായ പല ഉമവികളും പിന്നീടാണ് വന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓല് വന്നതിൻ്റെ ശേഷം ഒരു വരവായിരുന്നു. ഉമവികൾ വന്നതിൻ്റെ ശേഷമാണ് റോമയെ തല്ലി തകർത്തത്, പേർഷ്യയെ പിടിച്ചടക്കിയത്. മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ ഉമവികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്നറിയോ? മക്ക ഫതഹ് നിങ്ങൾക്കറിയാം. ഹിജ്റ 8-ാം വർഷം മക്ക ഫതഹാക്കി. ആ മക്കം ഫതഹാക്കി റസൂലുള്ള തിരിച്ചു പോവാണ്. റസൂലുള്ളാഹിക്ക് അവിടെ നിൽക്കാൻ പറ്റൂല. റസൂലുള്ള തിരിച്ചു ഹുനൈനിലേക്ക് പോകുമ്പോൾ മക്കയിൽ ഒരു ഗവർണറെ നിശ്ചയിക്കണം, വേണ്ടേ? ആരാ ഗവർണർ? അടുത്ത വർഷം ഹജ്ജ് നടക്കാൻ പോവാണ്. അടുത്ത വർഷത്തെ ഹജ്ജിന് അമീർ വേണം. ആരാണ് അമീർ? മക്കയിൽ പുതുതായി കയ്യിൽ കിട്ടിയിട്ടുള്ള മക്ക എന്ന് പറയുന്ന സാമ്രാജ്യത്തിൻ്റെ ഗവർണർ മുഹമ്മദ് റസൂലുള്ളാഹി നിയോഗിക്കുന്നത് അബൂബക്കറിനെ അല്ല, ഉമറിനെ അല്ല, തങ്ങന്മാരെ അല്ല, കുടുംബക്കാരെ അല്ല, പിന്നെ അത്താബ് ഇബ്നു ഉസൈദ് എന്ന് പറയുന്ന ഉമവികളുടെ കൂട്ടത്തിൽപ്പെട്ട 20 വയസ്സായ കുട്ടീനെയാണ്. 20 വയസ്സ് എപ്പോഴാ? 2 മാസമായിട്ടില്ല ഇസ്ലാമിലേക്ക് വന്നിട്ട്. ഇസ്ലാമിലേക്ക് വന്നിട്ട് 2 മാസം മാത്രമായ അത്താബ് ഇബ്നു ഉസൈദിനെ മക്കയുടെ ഗവർണറാക്കുന്നു. റസൂലുള്ള പഠിപ്പിക്കാണ്, ഉമവികൾക്ക് രാഷ്ട്രമീമാംസ അറിയാം. ഉമവികൾ എൻ്റെ സാമ്രാജ്യം ഭരിക്കേണ്ടവരാണ്, അവർക്കുള്ള ട്രെയിനിങ് ആണ് ഞാൻ കൊടുക്കുന്നത്. അദ്ദേഹം ഭരണം കൈയാളി. അടുത്ത വർഷത്തെ ഹജ്ജിൻ്റെ അമീർ. നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ ഹജ്ജിൻ്റെ അമീർ അത്താബ് ഇബ്നു ഉസൈദാണ്, അബൂബക്കർ സിദ്ദീഖല്ല. 2ാമത്തെ ഹജ്ജിലാണ് അബൂബക്കർ സിദ്ദീഖിനെ പോലും അമീറാക്കുന്നത്. 3ാമത്തെ ഹജ്ജിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ അമീറായിട്ട് വരുന്നത്. 1ാമത്തെ ഹജ്ജിൽ അത്താബ് ഇബ്നു ഉസൈദ് അമീറുൽ ഹുജ്ജാജ്. 20 വയസ്സ് പ്രായം. ഇത് നമ്മൾ കേൾക്കാത്ത ചരിത്രമാണ്. ഇത് കേൾക്കണം നമ്മൾ. ഇനി അബൂ സുഫിയാൻ കേൾക്കുമ്പോൾ പേടിയാണ്. അബൂ സുഫിയാൻ റസൂലുള്ളാഹിനെ എന്തെല്ലാം ആക്രമിച്ചിട്ടുണ്ട്. മുആവിയൻ്റെ വാപ്പയല്ലേ? നിങ്ങൾക്കറിയുമോ? അബൂ സുഫിയാനെ അള്ളാഹുവിൻ്റെ റസൂൽ നജ്റാനിലെ ഗവർണറാക്കി പ്രഖ്യാപിച്ചു. വയസ്സന 80 വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യനെ ഗവർണറാക്കോ? അള്ളാഹിൻ്റെ റസൂൽ അദ്ദേഹത്തെ പിടിച്ച് ഗവർണറാക്കി. നജ്റാനിൽ അദ്ദേഹം റസൂലുള്ളാഹിന്റെ കൂടെ യുദ്ധത്തിന് വന്നു. 2 കണ്ണും പൊട്ടിപ്പോയി. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ 2 കണ്ണും നഷ്ടപ്പെട്ടിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നബിയെ കണ്ണ് 2 പോയി, തിരിച്ചു കിട്ടാൻ വല്ല വകുപ്പുണ്ടോ? റസൂലുള്ള പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വാങ്ങാനൊക്കെ പറ്റും, പക്ഷേ നിങ്ങൾക്ക് സ്വർഗമാണോ വേണ്ടത്, കണ്ണാണോ വേണ്ടതെന്ന് ചോദിച്ചു. അബൂ സുഫിയാൻ പറഞ്ഞു, എനിക്ക് സ്വർഗം മതി. അങ്ങനെ കണ്ണില്ലാതെയാണ് ആ മനുഷ്യൻ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. എന്നിട്ട് റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ പോലും പല ആളുകൾക്കും വിഷമമാണ്. കാരണം ഷിയാക്കൾ എഴുതി വിട്ടിട്ടുള്ള ചപ്പട പുസ്തകങ്ങൾ വായിച്ചു പോയി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബാക്കൾക്ക് ഗ്രേഡുകളുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഗ്രേഡാണ്. അബൂ സുഫിയാൻ എന്ന് പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയും പോലെ അല്ല, പക്ഷേ സഹാബിയാണ്.
എപ്പോഴും മനസ്സിലാക്കണം, സഹാബിയുടെ താഴെയുള്ള ഒരാൾ എത്ര മലക്കം പറഞ്ഞാലും ഒരു സഹാബിയുടെ അടുക്കലേക്ക് എത്തൂല. അത് ഏത് വലിയ മൊയ്തീൻ ശൈഖായാലും വേണ്ടിയില്ല. ഒരു ചെറിയ സഹാബിയുടെ 4 അയലത്ത് പോലും എത്താൻ ഒരു അബൂ ഹനീഫക്കും കഴിയില്ല, ഒരു ഷാഫിക്കും കഴിയില്ല, ഒരു ഹസൻ ബസരിക്കും കഴിയില്ല. അത്രയും വലിയ അജഗജാന്തരമുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിന്റെ സഹാബാക്കളെ അവഹേളിക്കുന്ന സംസ്കാരം പേറി നടക്കുന്നവരാണ് ഷിയാക്കൾ. നമ്മളതിൽ പെട്ടുപോകരുത്. അവർ വിവരമില്ലാത്ത ആളുകളാണ്. നമുക്കവരോട് പ്രത്യേക വെറുപ്പോ വിരോധമൊന്നുമില്ല. ഷിയാക്കൾ എന്ന് കേൾക്കുമ്പോഴത്തേന് വെറുപ്പായിട്ട് അങ്ങനെയുള്ള ചില സ്വഭാവമുണ്ട്. എന്ത് കേട്ടാലും ഷിയാക്കൾ, ഷിയായിസം, ഓനും ഷിയ, തൊട്ടതൊക്കെ ഷിയ, അങ്ങനെയും നമ്മളാകാൻ പാടില്ല. നമ്മളെ നാട്ടിലെ ചില ആൾക്കാരെ പറ്റി ഷിയാക്കളാണ് അങ്ങനെ പറയാൻ പാടില്ല. അതുപോലെ മുസ്ലിം സമുദായത്തിനൊരു പ്രതിസന്ധി വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും സൈനിക സഹായം ഷിയാക്കളുടെ ഭാഗത്തു നിന്ന് കിട്ടുമ്പോൾ അതെനിക്ക് വേണ്ട, ഒരു ഷിയാക്കളാണ് എന്നൊന്നും പറയേണ്ട ഒരു ആവശ്യവും ഇല്ല. ഷിയാക്കളെ കരുതിയിരിക്കണം, യാതൊരു സംശയവുമില്ല. ഷിയാക്കൾ അഹ്ലുസുന്നയുടെ പുറത്താണ്. ഷിയാക്കളുടെ ആശയവുമായിട്ട് പോയാൽ തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ നരകത്ത് പോകും. തൗബ ചെയ്യാൻ ഭാഗ്യം കിട്ടിയവരുണ്ടായേക്കാം. സ്വഹീഹുൽ ബുഖാരിയുടെ റിപ്പോർട്ടർമാരിൽ, സ്വഹീഹുൽ ബുഖാരി എല്ലാവരും അംഗീകരിക്കുന്നവരാണല്ലോ, അതിൻ്റെ റിപ്പോർട്ടർമാരിൽ ഷിയ ആശയമുള്ളവരുണ്ട്. അതുകൊണ്ട് ആ കിതാബിനൊരു കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. അതെന്താ? ഒരു മതബോധമുള്ളവരായിരുന്നു, മതഭക്തരായിരുന്നു. പേച്ച വിശ്വാസമുള്ളതോടുകൂടി തന്നെ ഒരാളെപ്പറ്റി മതബോധമുള്ളവൻ എന്ന് പറയാം. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം അങ്ങനെയുള്ള പ്രത്യേകിച്ച് വിവരമില്ലാത്തവരാകുമ്പോൾ, അപ്പം അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ വളരെ സഹവർത്തിത്വത്തോടുകൂടി, മമതയോടുകൂടി അവരെ തെറ്റായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് നമ്മുടെ സമുദായത്തിലെ മെമ്പർമാരാണ്. എൻ്റെ വീട്ടിലെ എൻ്റെ പെങ്ങന്മാരെ, എൻ്റെ ഭാര്യയെ, എൻ്റെ സഹോദരിമാരെ ഈ രാജ്യത്തെ ഫാസിസ്റ്റുകൾ കയറി പിടിക്കുമ്പോൾ അയൽവാസിയായ മനുഷ്യൻ അവൻ ഷിയ വിശ്വാസക്കാരനാണ്, അവൻ്റെ സഹായം എനിക്ക് വേണ്ട. പെങ്ങളെ ആരെങ്കിലും കൊന്നോട്ടെ, അല്ലെങ്കിൽ ഭാര്യനെ ആരെങ്കിലും ബലാത്സംഗം ചെയ്തോട്ടെ, ഓൻ ഷിയാണ്, ഓൻ്റെ സഹായം വേണ്ട എന്ന് പറയുന്നതിന് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയില്ല. അത് വേറെന്തോ ഒരു സംഭവമാണ്. അതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ സമയമാണ്. നമ്മുടെ ഒന്നാമത്തെ ഖിബില, നമ്മുടെ 3ാമത്തെ ഹറം പരിശുദ്ധ ഖുദ്സ് ശരീഫ് ജൂത സിയോണിസ്റ്റുകളുടെ കയ്യിലാണ്. അത് പൊരുതി വാങ്ങേണ്ടത് സമുദായത്തിൻ്റെ ബാധ്യതയാണ്. ഭരണാധികാരികൾ ചെയ്യേണ്ടിയിരുന്നതാണ്. എന്നാൽ ഒരൊറ്റ ഭരണാധികാരിയും ഈ സമുദായത്തിൽ അതിന് ധൈര്യപ്പെട്ട് വരുന്നതില്ലെങ്കിൽ ഒറ്റപ്പെട്ട ആളുകൾ നടത്തുന്ന ജിഹാദിന് എന്തിനാണ് തീവ്രവാദത്തിൻ്റെ പട്ടികയിലിടുന്നത്? എന്തിനാണ് അതിനുവേണ്ടി മുന്നോട്ട് വരുന്നവരെ കരിമ്പട്ടികയിലിടുന്നത്? ഷിയാക്കൾ ഉണ്ടാവാം, പക്ഷെ നമ്മൾ ഷിയാക്കളാകാൻ പാടില്ല. അതോടൊപ്പം സമുദായത്തിൻ്റെ പൈതൃകവും പാരമ്പര്യവും മനസ്സിലാക്കിക്കൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഉൾപ്പെടെയുള്ള ആളുകൾ മുമ്പ് കാലത്ത് കാണിച്ചു തന്നിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിലൂടെ പോയാൽ മതി. അല്ലാതെ കാണുന്നവരെ മുഴുവൻ ഷിയയാണെന്ന് പറഞ്ഞ് കരിമ്പട്ടികയിലിട്ട് സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി, പ്രത്യേകിച്ച് ഇസ്ലാമിന് വേണ്ടി വലിയ സംഭാവനകൾ ചെയ്ത ചില ആളുകളുണ്ടാകും. അവരുടെ എഴുത്തുകളിലൊക്കെ ചിലപ്പോൾ സ്ഖലിതങ്ങളുണ്ടാകും. എന്തെങ്കിലും സ്ഖലിതങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുള്ള റഫറൻസിൽ സംഭവിച്ചു പോയിട്ടുള്ള അബദ്ധങ്ങൾ കാരണമായിട്ട് അവരുടെ ഗവേഷണങ്ങളിൽ ചിലപ്പോൾ എന്തെങ്കിലും സ്ഖലിതങ്ങൾ അത് എല്ലാ വിഭാഗത്തിലുണ്ട്. ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരിൽ സ്ഖലിതം കുടുങ്ങിയവരുണ്ട്, ഹനഫി മദ്ഹബിലുണ്ട്, അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിലുണ്ട്. നമ്മൾ സലഫികൾ എന്ന് പറയുന്നവരിൽ ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കാരിൽ ഉണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ എല്ലാം കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെ സ്ഖലിതം പറ്റിപ്പോയ ആളുകളെ എല്ലാം കൂടി പിടിച്ചിട്ട് കരിമ്പട്ടികലയിട്ട് ഓലൊന്നും സുന്നികളല്ല, ഓലൊക്കെ പുറത്താക്കണം എന്ന് പറയുന്ന ഒരു നിലപാട് നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം ഷിയാക്കളെ നമ്മൾ കരുതിയിരിക്കുകയും വേണം. പ്രത്യേകിച്ച് ഇത്തരം അവസരങ്ങളൊക്കെ ഇതൊക്കെ പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി വൽ ജലാൽ നല്ലത് പറയാനും പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.